ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു രക്ഷയില്ലാത്ത വേറെ ലെവൽ ട്വിസ്റ്റുകളുള്ള ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. കഥയുടെ പേര് 47 Days ഓഫ് മിസ്റ്ററി അൺഫോൾഡ്. ട്വിസ്റ്റ് പ്രേമികള് ഒരിക്കലും ഈ കഥ മിസ്സാക്കാൻ പാടില്ല. കാരണം ഇത്രയും ട്വിസ്റ്റുള്ള ഒരു കഥ ഈ അടുത്തൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ തള്ളുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ വന്നിട്ട് എന്തും പറയാം. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. പിന്നെ എൻ്റെ എല്ലാ ചങ്ക് കൂട്ടുകാരികളും നല്ല അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ ഒരു മോട്ടിവേഷനായിട്ട് ആകെ ചെയ്തേരേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യില്ലേ. കഥ ഇഷ്ടപ്പെട്ടാല് ഇതുപോലുള്ള കഥകളിൽ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് ഏതോ ഒരാള് അങ്ങേരുടെ കയ്യിലെ നായക്കുട്ടിയുമായിട്ട് വാക്കിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു നായ ഏതോ ഒരു ഭാഗത്ത് എന്തോ കണ്ടുപോലെ കുരച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടുന്നത്. അപ്പോ അങ്ങേരും പിന്നാലെ വന്ന് നോക്കുമ്പോ അവിടെ ഏതോ ഒരാള് കൊല്ലപ്പെട്ട് കിടക്കുന്നത് അയാള് കാണുകയാണ്. ഉടനെ പോലീസ് ടീമിനെ ഇൻഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്രൈം സീനില് ജനങ്ങളും പോലീസും അതുപോലെ മീഡിയാസും തടിച്ചു കൂടുകയാണ്. ആ ഒരു ബോഡി ചെക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇൻസ്പെക്ടറാണ്. അപ്പൊ അങ്ങേരോട് മീഡിയാസ് ചോദിക്കുന്നുണ്ട്, അല്ല കൊല്ലപ്പെട്ടത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയോ? ഇനി ഇത് സാധാരണ ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ? അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എന്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള മറുപടിയില്ല. ഇനി വേണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ. എന്തെങ്കിലും ക്ലൂ കിട്ടിയാൽ ഉറപ്പായിട്ടും മീഡിയ എല്ലാവരെയും ഞാൻ അറിയിച്ചോളാം. അങ്ങനെ ഇൻസ്പെക്ടർ അവിടുന്ന് പോവാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഈ കഥയിലെ നമ്മുടെ നായകനായിട്ടുള്ള ACP സത്യയും അദ്ദേഹത്തിന്റെ വൈഫിനെയാണ്. അവരൊരു പാർട്ടിയിലേക്ക് വന്നതാണ്. അപ്പോൾ വൈഫാണെങ്കിൽ നമുക്ക് ബീച്ചിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയെ കൂട്ടിക്കൊണ്ടുപോവാണ്. എന്നാൽ അവരാണെങ്കിൽ ആ ഒരു തിരയുടെ അരികിലേക്ക് പോകുമ്പോൾ നമ്മുടെ സത്യ പറയുന്നുണ്ട്, വല്ലാതെ ലേറ്റ് ആയിട്ടുണ്ട്, നീ അധികം അങ്ങോട്ട് പോണ്ട, വല്ലാതെ തിരമാല വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച കണ്ട രണ്ടാൾക്കാർ ചോദിക്കുന്നുണ്ട്, അല്ല അയാൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അങ്ങനെ ഓടി വന്ന് ഹീറോയോട് ചോദിക്കുന്നുണ്ട്, അല്ല താനിത് എങ്ങോട്ടാ പോന്നേ? നേരെ കടലിലേക്കാണോ? അപ്പോൾ സത്യ പറയുന്നുണ്ട്, ഞാനും എന്റെ ഭാര്യ കളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അവര് ചോദിക്കുന്നുണ്ട്, എവിടെയോ തന്റെ ഭാര്യ? ഇവിടെ ആരുമില്ല. അതേ സമയത്ത് തന്നെ ഹീറോയുടെ ഭാര്യയുടെ ആ ഒരു രൂപമില്ലേ, അത് കാറ്റത്ത് അലിഞ്ഞു പോവാണ്. അതായത് നമ്മുടെ ഹീറോയുടെ ഭാര്യ കുറച്ച് നാള് മുൻപ് ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടു പോയതാണ്. ഇപ്പോ തന്റെ കൂടെ ഭാര്യയുള്ള പോലെ ഹീറോ ഇമാജിനേഷൻ ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഹീറോ സത്യക്ക് ഒരു മകളുണ്ട്. അപ്പോൾ മകളെ ഹീറോയ്ക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് തനിക്ക് പരിചയമുള്ള റാം എന്ന ഒരാളുടെ വീട്ടിലെ മകളെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മകൾക്ക് ഫോൺ ചെയ്തിട്ട് അവളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ച് നാൾ അവളെ കാണാത്തതുകൊണ്ട് തന്നെ നേരിട്ട് അവളെ കാണാൻ പോവാണ്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഹീറോയുടെ മകളെ നോക്കുന്ന റാമില്ലേ, അദ്ദേഹത്തിന്റെ കാലിന് എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നടക്കാൻ പറ്റാറില്ല, എപ്പോഴും വീൽ ചെയറിലാണ്. അപ്പോൾ നമ്മുടെ സത്യ സങ്കടത്തില് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, റാം സാറെ ശരിക്കും എന്നോട് ക്ഷമിച്ചേക്കേ. അപ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, എന്തിനാ സാർ എന്നോടൊക്കെ സോറി ചോദിക്കുന്നേ? സാറിന്റെ കൂടെ ഞാൻ ജോലി ചെയ്തില്ലേ, ആ നാളുകളാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത, വളരെ ഹാപ്പി ആയിട്ടും സാറ്റിസ്ഫൈ ആയിട്ടും ഞാൻ ജോലി ചെയ്ത ദിവസങ്ങൾ. പിന്നെ എപ്പോഴും സത്യസന്ധമായിട്ട് ജോലി ചെയ്യുമ്പോൾ ഇതുപോലെ ആക്സിഡന്റും ചിലപ്പോൾ ജീവൻ വരെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒന്ന് ഇരുന്ന് പോയിട്ടുള്ളൂ, ഇതൊന്നും വലിയ കാര്യമില്ല സാറേ. നിങ്ങളെപ്പോലുള്ള സത്യസന്ധരായിട്ടുള്ള ഓഫീസേഴ്സാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യം. നമ്മുടെ ഹീറോയെ ഇങ്ങനെ പൊക്കി അടിക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ റാമുമായിട്ട് ഹീറോയ്ക്കുള്ള ബന്ധം എന്താണെന്നൊക്കെ പതിയെ കഥ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഒരു ന്യൂസ് ചാനലിൽ റിപ്പോർട്ടർ പറയുന്നുണ്ട്, കഥയുടെ ആരംഭത്തിൽ ഒരാള് മരണപ്പെട്ടിരുന്നില്ലേ, അങ്ങേരുടെ പേര് വിശ്വ എന്നാണ്. അങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫാർമസിയുടെ ഓണറാണ്. ഇപ്പോ പോലീസിന്റെ കണ്ടുപിടുത്തത്തിൽ അവർക്ക് മനസ്സിലായിട്ടുള്ളത് വിശ്വയുടെ മരണം ഒരു ആത്മഹത്യ ആവാനാണ് കൂടുതൽ സാധ്യത എന്നാണ്. ആ ഒരു കേസ് അന്വേഷിക്കുന്ന നമ്മുടെ ഇൻസ്പെക്ടറില്ലേ, നമ്മുടെ ഹീറോ ആയിട്ടുള്ള സത്യയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ ഹീറോയെ കാണാൻ വന്നിട്ട് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അളിയ നിന്റെ ലൈഫിൽ ഒരു ട്രാജഡി സംഭവിച്ചെന്ന കാര്യം സത്യം തന്നെയാ. ആ ഒരു ചിന്തയോടെ മനസ്സിൽ വീണ്ടും വിഷമം ഇട്ടുകൊണ്ട് എത്ര നാള് നിനക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റും? നിന്റെ മകൾക്ക് നല്ലൊരു ലൈഫ് നിനക്ക് കൊടുക്കണ്ടേ? പഴയതൊക്കെ മറന്നിട്ട് ഒന്ന് മൂവ് ഓൺ ട്രൈ ചെയ്യ്. അപ്പൊ ഹീറോ ആണെങ്കിൽ ഇൻസ്പെക്ടറിന്റെ ആ ഒരു വാക്ക് പതിയെ മാറ്റാനായിട്ട്, അല്ല ഇപ്പോ നിന്റെ ഇൻവെസ്റ്റിഗേഷൻ എവിടെ വരെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മരണപ്പെട്ടത് നമ്മുടെ ഫാർമസിയുടെ ഓണർ ആയിട്ടുള്ള വിശ്വനാഥാണ്. അങ്ങേരുടേത് ഏകദേശം കൺക്ലൂഷനിൽ സൂയിസൈഡ് ആണ്. കാരണം മരണപ്പെടുന്നതിന് മുൻപ് അയാൾ ഒരു ആത്മഹത്യ നോട്ട് പോലെ തന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഫോറൻസിക് ബോഡി ചെക്ക് ചെയ്തപ്പോൾ അങ്ങേരുടെ കൈ മുറിച്ചിട്ടാണ് അങ്ങേര് മരണപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഹീറോയും ചോദിക്കാതെ ആ ഒരു കേസ് അവിടെ വിടുകയാണ്. അടുത്ത സീനിൽ അടുത്ത ദിവസം നമ്മുടെ ഇൻസ്പെക്ടർ ഹീറോ വിളിച്ച് പറയുന്നുണ്ട്, അളിയ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്ന ഫയലില്ലേ, അതവിടെ വെച്ച് മറന്നുപോയെന്ന് തോന്നുന്നുണ്ട്, നീ അത് അവിടെ ഉണ്ടോ എന്നൊന്ന് നോക്ക്. അപ്പോൾ ഹീറോയും പറയുന്നുണ്ട്, അടാ ആ ഫയൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇൻസ്പെക്ടർ, എടാ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫയലാണ്, ഇന്ന് രാത്രി തന്നെ കമ്മീഷണറിന് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞതാ. നിനക്ക് ടൈം ഉണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ എനിക്കൊന്ന് കൊണ്ടുവന്ന് തരുമോ? വൈകുന്നേരത്തേക്ക് മതി. അപ്പോൾ ഹീറോയും അതിനെന്താ? അപ്പോഴാണ് ഹീറോ ശ്രദ്ധിക്കുന്നത്, ടിവിയിൽ ഒരു ന്യൂസ് പോകുന്നുണ്ട്. ആ ഒരു ന്യൂസിലും മരണപ്പെട്ട നമ്മുടെ വിഷയെക്കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആങ്കർ പറയുന്നുണ്ട്, എന്തായാലും വിശ്വനാഥ് ഓൾറെഡി മരണപ്പെട്ടു പോയിട്ടുണ്ട്, എന്നാൽ പോലീസ് അതൊരു ആത്മഹത്യയായിട്ടാണ് കേസ് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ശരിക്ക് വിശ്വനാഥ് മരണപ്പെട്ടതാണോ അല്ലെങ്കിൽ ആരെങ്കിലും
ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ അത് വിശ്വനാഥിന് മാത്രമേ അറിയുള്ളൂ. സത്യം ജയിക്കോ ഇല്ലോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണമെന്ന് ആ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് വല്ലാതെ ഒരു ആർജവം വരികയാണ്. ഓൾറെഡി നമ്മുടെ കയ്യിൽ സെയിം കേസിന്റെ ഫയൽ ഉണ്ടല്ലോ, വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കളയാം. അപ്പോൾ ആ ഒരു ഫോട്ടോയില് കൈ മുറിച്ചിട്ടാണ് മരണപ്പെട്ടതെന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഫോട്ടോ ഹീറോ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ആ ഒരു കയ്യിൽ ഈ പബ്ബിലേക്ക് കയറുമ്പോൾ ഒരു സ്റ്റാമ്പ് ഒട്ടിക്കും. അപ്പോൾ അതേപോലത്തെ ഒരു സ്റ്റാമ്പ് കാണാണ്. അപ്പോൾ ഹീറോയ്ക്ക് ഒരു തോന്നല്, അല്ല ഇതുപോലെ ഒരു സ്റ്റാമ്പ് ഇതിനു മുൻപ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ഹീറോ ഓർക്കുന്നത് തന്റെ ഭാര്യ മരണപ്പെടുന്നതിന് മുൻപ് ഒരിക്കൽ ഇതേപോലെ പബ്ബിലേക്ക് പോയിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലും ഇതുപോലെ ഒരു സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണെന്ന് ഒന്ന് ഉറപ്പിക്കാനായിട്ട് തന്റെ ഭാര്യയുടെ ഫോട്ടോ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ രണ്ടും എക്സാക്ട്ലി കറക്റ്റ് ആണ്. അത് മാത്രമല്ല നമ്മുടെ ഹീറോയുടെ ഭാര്യ മരണപ്പെട്ടില്ലേ ആ ഒരു ദിവസവും അതുപോലെ നമ്മുടെ വിശ്വനാഥ് മരണപ്പെട്ടതും ഒരേ ദിവസമാണ്. തന്റെ ഭാര്യ മരണപ്പെട്ടതും വിശ്വനാഥ് മരണപ്പെട്ടതും ഏകദേശം ആത്മഹത്യയായിട്ടാണ് പോലീസ് കൺക്ലൂഡ് ചെയ്തത്. രണ്ടുപേരുടെ കയ്യിലും ഒരേപോലെ സ്റ്റാമ്പ് ഉണ്ട്. എന്നാൽ ഇതൊരു കോ ഇൻസിഡന്റ് ആയിട്ട് തോന്നുന്നേയില്ലല്ലോ. ആ ഒരു സംശയം തീർക്കാന് തന്റെ ഫ്രണ്ട് ഇൻസ്പെക്ടറെ വിളിച്ചു നോക്കുമ്പോൾ അങ്ങേരെ കമ്മീഷണറുമായിട്ടുള്ള മീറ്റിംഗിലാണ് ഫോൺ പിക്ക് ചെയ്യുന്നില്ല. അപ്പോഴാണ് ഹീറോ ഓർക്കുന്നത് തന്റെ ഭാര്യ അവസാനമായിട്ട് പറഞ്ഞത് അവളുടെ ഫ്രണ്ടിന് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫംഗ്ഷന് ഹീറോയുമായി ചേർന്നിട്ട് ഒന്നിച്ചു പോകാന്നാണ്. എന്നാൽ ഹീറോ കേസിന്റെ തിരക്കില് ആ ഒരു കാര്യം മറന്നുപോയിട്ടുണ്ട്. തൽക്കാലം നീ മാത്രം പോയിട്ടാന്ന് പറഞ്ഞിട്ട് വൈഫിനെ ആ പാർട്ടിക്ക് അയച്ചതാണ്. അങ്ങനെ അവൾ ഒറ്റക്കാണ് അന്ന് ആ പബ്ബിലേക്ക് പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും തന്റെ ഫ്രണ്ടിനെ വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഇപ്പോഴും ഫോൺ എടുക്കുന്നില്ല. എന്തായാലും സംശയം തീർക്കാന് നേരിട്ട് വിശ്വനാഥിന്റെ വീട്ടിലേക്ക് പോയി നോക്കുക തന്നെ. അങ്ങനെ വീടിന്റെ വാതിൽ തട്ടുമ്പോൾ ഒരു ലേഡി വന്നിട്ട് വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സത്യ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളാണോ വിശ്വനാഥിന്റെ ഭാര്യ? അപ്പോൾ അവര് പറയുന്നുണ്ട്, ഞാൻ അങ്ങയുടെ ഭാര്യയാണ്, എന്റെ പേര് മായ എന്നാണ്. അപ്പൊ ഹീറോ, ഞാൻ ACP സത്യ, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കേസിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ വന്നതാ. അങ്ങനെ ഉള്ളിലേക്ക് മായ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹീറോ, കുറച്ച് കുടിക്കാൻ വെള്ളം തരുമോ? അങ്ങനെ ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല മായ, നിങ്ങളുടെ ഹസ്ബൻഡ് വിശ്വനാഥിന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അപ്പൊ അവള് പറയുന്നുണ്ട്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല സാറേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പേഴ്സണലായിട്ട് അങ്ങനെ എന്തെങ്കിലും? അപ്പോൾ മായ പറയുന്നുണ്ട്, അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ബിസിയാണ്, അധികം ടൈമേ ഫ്രീ കിട്ടാറില്ല. എന്നിട്ടും എനിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂളൊക്കെ മാറ്റി വെച്ചിട്ട് അന്ന് ആ പാർട്ടിക്ക് പബ്ബിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മൾ രണ്ടുപേരും രാത്രി ബീച്ചിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു. അങ്ങനെ ആ ഒരു ഫോണിൽ സംസാരിച്ചുകൊണ്ട് കുറച്ച് അങ്ങോട്ട് നടന്നു പോയതാണ്. പിന്നീടാണ് ഞാൻ ആ ഏരിയയിൽ മുഴുവൻ നോക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് അവിടെ കാണാനുണ്ടായിരുന്നില്ല. സാധാരണ ഇതുപോലെ വർക്കിന്റെ എന്തെങ്കിലും ആവശ്യമായിട്ട് ഫോൺ വരും. ബിസി ആയതുകൊണ്ട് തന്നെ വല്ല മീറ്റിങ്ങിനോ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറയാതെ തന്നെ പോവാറുണ്ട്. അപ്പൊ ഞാനും കരുതിയത് അതുപോലെ എന്തോ അർജന്റായിട്ട് പോയതാണെന്നാണ്. ഇനിയും കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് കരുതിയിട്ട് ഞാൻ തിരിച്ചെന്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് മരണപ്പെട്ട ആ ഒരു വാർത്ത ടിവിയിലെ ന്യൂസിലൂടെ ഞാൻ കാണുന്നത്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതെന്നെ വല്ലാതെ തളർത്ത് കളഞ്ഞു. അത് പറയുമ്പോൾ തന്നെ മായയുടെ കണ്ണുകളും നിറയുന്നുണ്ട്. അപ്പൊ ഹീറോയും, സോറി നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. അങ്ങനെ അവരെ സമാധാനിപ്പിച്ചിട്ട് ഹീറോയുടെ നമ്പർ എഴുതി കൊടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. അങ്ങനെ ആ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് ഹീറോ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഓൾറെഡി അപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയും കുറച്ച് ആളുകളും അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ നീ എന്താ മേലെ പോയിട്ട് വരുന്നത്? അപ്പൊ ഹീറോ പറയുന്നുണ്ട്, ഞാൻ ACP സത്യമാണ്. മരണപ്പെട്ട വിശ്വനാഥിലെ അങ്ങയുടെ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ അയാളുടെ ഫ്ലാറ്റ് വരെ ഒന്ന് പോയതാ. അയാളുടെ ഭാര്യ മായമായിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്രട്ടറി ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇപ്പൊ ആരെ കാണാൻ പോയെന്ന്? വിശ്വനാഥിന്റെ ഭാര്യയോ? അയാൾക്ക് കല്യാണമേ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല അയാളുടെ ഫ്ലാറ്റ് ലോക്ക് ചെയ്ത് വെച്ചേക്കല്ലേ. അങ്ങയുടെ ഫ്ലാറ്റിന്റെ ചാവി അതെന്റെ കയ്യിലാണുള്ളത്. പിന്നെ താൻ ആരെ പോയി കണ്ടുവെന്ന? ACP സാർ ഒരു കാര്യം ചെയ്യ്, ലോക്ക് ചെയ്ത റൂമിൽ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യയെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അങ്ങനെ ആ ഒരു ഫ്ലാറ്റ് തുറന്നിട്ട് വിശ്വനാഥിന്റെ ഭാര്യ മായ വിളിച്ചു നോക്കുമ്പോൾ ആരും പുറത്തു വരുന്നില്ല. അവിടെ ആരെയും കാണാനുമില്ല. അല്ല ഞാൻ കുറച്ചു നേരത്തെ കണ്ടതാണല്ലോ, അവരത് എവിടെയാ പോയെ? ഹീറോ ഷോക്കായി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലാറ്റിന്റെ സെക്രട്ടറി പറയുന്നുണ്ട്, അല്ലേ ACP കുടിച്ചിട്ടാ കേസ് അന്വേഷണത്തിന് ഇറങ്ങുന്നേ? അപ്പോൾ സത്യക്ക് വല്ലാതെ ചൊറിഞ്ഞു കയറിയിട്ട് കാര്യം അറിയാതെ വെറുതെ പഴി ചാരം നിൽക്കരുത്. അപ്പോൾ സെക്രട്ടറി പറയുന്നുണ്ട്, മോനെ എനിക്ക് കമ്മീഷണറായിട്ട് നല്ല പരിചയമുണ്ട്, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ സെക്രട്ടറിയിലെ നമ്മുടെ കമ്മീഷണർ വിളിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്യാണ്. അടുത്ത സീനില് നമ്മുടെ കമ്മീഷണർ ഹീറോയെ വിളിപ്പിച്ചിട്ട് ഹീറോയുടെ ചെവി തിന്നുന്നുണ്ട്. അല്ല സത്യ, ഓൾറെഡി നീ സസ്പെൻഷനിലാണ്. പിന്നെ ഈ ഒരു കേസ് നിന്നെ ആരും ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ നീ എന്തിനാ ഈ സമയത്ത് കേസ് അന്വേഷണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു അപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവിടുത്തെ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നത്? ആ ഒരു സെക്രട്ടറി അങ്ങനെയാണ് വെറും കലിപ്പന. നിന്റെ പേരിൽ കംപ്ലൈന്റ് എടുത്തേ മതിയാവുന്ന അയാൾ വാശി പിടിക്കുകയാണ്. 4 മാസം കൂടി കഴിഞ്ഞാൽ നിന്റെ സസ്പെൻഷനും കഴിയും, തിരിച്ച് നിനക്ക് ജോലിയിൽ കയറാൻ പറ്റും. പിന്നെ അതിന്റെ ഇടയിൽ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്? അപ്പോൾ സത്യ പറയുന്നുണ്ട്, സാറേ ഞാൻ പറയുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ വിശ്വനാഥിന്റെ വീട്ടിൽ പോയതും സത്യ, അവിടെ വെച്ച് അയാളുടെ ഭാര്യ മായ നേരിട്ട് കണ്ടതും സത്യ. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? അങ്ങനെ ആ ഒരു കേസ് ഫയൽ വാങ്ങി ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഇതിൽ ഓൾറെഡി എല്ലാ കാര്യം വ്യക്തമല്ലേ, വിശ്വനാഥിന്റേത് ഒരു സൂയിസൈഡ് തന്നെയാ. ഇനിയും വെറുതെ ആ കേസിന്റെ പിന്നാലെ നീ പോകാൻ നിൽക്കണ്ട, അത് വിട്ടേക്ക്. എന്നാൽ മറുത്ത് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ഹീറോ സങ്കടത്തില് അവിടുന്ന് തിരിച്ചു പോവാണ്. തന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാതെ ആ ഒരു നിരാശയിൽ പോകുമ്പോഴാണ് ഹീറോ ഓർക്കുന്നത്,
തന്റെ വൈഫിന് വേണ്ട എല്ലാം ഞാൻ ചെയ്തു കൊടുത്തിരുന്നില്ലേ, അവളെ ഹാപ്പി ആയിട്ടാണ് ഞാൻ പ്രൊട്ടക്ട് ചെയ്തേ, പിന്നെ എന്തിനായിരിക്കും അവള് തന്റെ ലൈഫിൽ നിന്ന് പോവാനെ ആത്മഹത്യ സ്വീകരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അടുത്ത സീനില് കുറച്ച് നാള് മുൻപുള്ള അവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മുടെ ഹീറോ സത്യവും അതുപോലെ വൈഫും സ്കൂൾ സമയം മുതലേ പ്രണയിച്ചാണ് അവർ കല്യാണം കഴിക്കുന്നത്. അതിനുശേഷം പോലീസ് ആവാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഹീറോ IPS ട്രെയിനിങ്ങിലും കഴിഞ്ഞിട്ടാണ് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തത്. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരൻ ഇൻസ്പെക്ടറും അതേ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത് ഹീറോ അറിയുന്നത്. അങ്ങനെ നേരെ അവനെ പോയി മീറ്റ് ചെയ്യാണ്. അങ്ങനെ അവരുടെ ഫാമിലിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ചാളുകള് സമരം ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോ ഹീറോ പോയിട്ട് ASAയോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇവിടെ പ്രശ്നം? അപ്പോഴാണ് ആ ഒരു ASA ആരാണ് നമ്മൾ കാണുന്നത്. അങ്ങേര് വേറെ ആരുമല്ല, ഹീറോയുടെ മകളെ നോക്കുന്ന റാമില്ലേ, അങ്ങേര് തന്നെയാണ്. ASA പറയുന്നുണ്ട്, സാറ് ചെറിയ കുട്ടികളെ ഡ്രഗ്സ് വിൽക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ അവരെ വിട്ടുകൊടുക്കാനും പറഞ്ഞിട്ടാണ് ഇവരിപ്പോ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവര് പറയുന്നുണ്ട്, സാറേ ഈ ASA അങ്ങനെ വെറുതെ നോണ പറയാ, ഓൾറെഡി ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ലാന്ന് കോടതിക്ക് മനസ്സിലായിട്ട് ജാമ്യത്തിനുള്ള അപേക്ഷ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹീറോയും അത് ചെക്ക് ചെയ്തിട്ട് ആ കുട്ടികളെ വെറുതെ വിട്ടേക്കെന്ന് പറയുമ്പോൾ ASA പറയുന്നുണ്ട്, സാറേ എന്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്, ഓൾറെഡി കോടതി അവർക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട്, വെറുതെ മസിൽ പിടിക്കണ്ട, അവരങ്ങ് വിട്ടേക്ക്, എന്നിട്ട് ഈ ഒരു ബെയിലില്ലേ അത് ഫയൽ വെച്ചേക്ക്. എന്നാൽ ASA ആണെങ്കിൽ അങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ ഹീറോ പതിയെ വന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടാവും, അത് ഡ്യൂട്ടിയിൽ കാണിക്കരുത്. അപ്പോൾ ASA പറഞ്ഞിട്ട്, സാറേ ഞാൻ വെറുതെ പറഞ്ഞതല്ല, സത്യമായിട്ട് പറഞ്ഞതാ, ഇന്ന് രാത്രി പോലും 2 കോടിയുടെ ഡ്രഗ്സ് കൈമാറപ്പെടുന്നുണ്ട്. അപ്പൊ ഹീറോ, ആഹാ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഡയറക്റ്റ് പോയിട്ട് അവരെങ്ങ് പൂട്ടിക്കളയാം. അപ്പൊ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, സത്യ ഈ ASA പറയുന്നത് കേട്ടിട്ട് വെറുതെ തുള്ളാൻ നിൽക്കണ്ട, ഇയാളിങ്ങനെ പലതും പറയും, ഓരോ ദിവസം ഓരോരോ കേസിനെ കുറിച്ച് എന്നോട് തന്നെ പറയാറുണ്ട്. അപ്പൊ ഹീറോ, തൽക്കാലം ഇപ്പൊ അയാൾ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പോയി നോക്കാലോ, നമുക്ക് നഷ്ടമൊന്നും സംഭവിക്കാനില്ല. ഇനി സത്യമാണെങ്കിൽ ഒരു വലിയ ഡ്രഗ് മാഫിയ വരെ ചിലപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റും. അങ്ങനെ ASA പറഞ്ഞ പോലെ അന്ന് രാത്രി അവര് 3 പേര് ഒരു കാറിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരുത്തൻ ഒരു ബാഗുമായിട്ട് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഹീറോയ്ക്കും ഇൻസ്പെക്ടർ മനസ്സിലായിട്ടുണ്ട് ASA പറഞ്ഞത് സത്യം തന്നെയാണ്. അപ്പൊ ഹീറോ ഉടനെ തന്നെ അവരെ പിടിക്കണം. അപ്പൊ ഇൻസ്പെക്ടർ, സത്യ നീ വെറുതെ എടുത്ത് ചാടണ്ട, ഒറ്റക്ക് പോയിട്ട് അവര് വലിയ ഗ്യാങ് ആണെങ്കിൽ പണി കിട്ടുവേ, ആദ്യം നമുക്ക് ഒരു പോലീസ് ബാക്കപ്പ് ടീമിനെ വിളിക്കാം. അപ്പൊ ഹീറോ, അതിനൊന്നും സമയമില്ല, അതിൻ്റെ ഉള്ളിൽ അവർ രക്ഷപ്പെട്ടു പോകും, എന്റെ കൂടെ നിനക്ക് വരാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ASA പറയുന്നുണ്ട്, സാറേ ഞാൻ വന്നോളാം. പിന്നെ എന്ത് നോക്കാനാ? അങ്ങനെ 2 പേരും കൂടി പോയിട്ട് ആ ഒരു ഗ്യാങ്ങിനെ മുഴുവനായിട്ട് ലോക്ക് ചെയ്തിട്ട് എല്ലാത്തിനെയും അടിച്ച് പിഴിയാണ്. അങ്ങനെ എല്ലെണ്ണത്തിനെയും അറസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ASAയോട് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിച്ചില്ല, പക്ഷേ നിങ്ങളൊരു സത്യസന്ധനായ ഓഫീസറാണ്. അങ്ങനെയാണ് നമ്മുടെ ഹീറോയും റാമും തമ്മിൽ നല്ലൊരു റിലേഷൻ സ്റ്റാർട്ട് ആവുന്നത്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോ സത്യയുടെയും കുറെ വർഷമായിട്ടുള്ള ആഗ്രഹം അവരുടെ 2 പേരുടെയും മാരേജ് കഴിയാണ്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം വർക്കിലുള്ള സമയത്താണ് നമ്മുടെ ഹീറോയെ വൈഫ് വിളിച്ച് പറയുന്നത്, അർജന്റായിട്ട് സത്യ നീ ഈ ഒരു ഓർഫനേജിലേക്ക് വാ. അല്ല എന്താ പ്രശ്നം എന്ന് അറിയാതെ ഉടനെ തന്നെ ഹീറോ ആ ഒരു ഓർഫനേജിലേക്ക് പോയി നോക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ വൈഫില്ലേ, അവര് ഈ ഒരു ഓർഫനേജിലായിരുന്നു പഠിച്ച് വളർന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഓർഫനേജ് നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു വ്യക്തിയിലെ അങ്ങേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ കുട്ടികളെയും ഓരോ ആളുകൾ ദത്തെടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു പെൺകുട്ടി മാത്രം, ഇവളുടെ പേര് ദിയ എന്നാണ്, ഇവളെ ആരും തന്നെ ദത്തെടുത്ത് കൊണ്ടുപോയിട്ടില്ല. അപ്പൊ ഹീറോയുടെ വൈഫ് ശ്രേയ ചോദിക്കുന്നുണ്ട്, സത്യ ഇവളെ നോക്കാൻ ആരുമില്ല, ഇവളെ നമുക്ക് നമ്മളെ മകളായിട്ട് വളർത്തിയാലോ? അപ്പൊ ഹീറോയും അതെന്ത് ചോദിക്കാനാ? അങ്ങനെ 2 പേരും കൂടി ദിയെ ദത്തെടുത്ത് അവരുടെ സ്വന്തം മകളായിട്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ട് അവളെ വളർത്തുകയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോയും ശ്രേയയും അതുപോലെ ചെറിയ മോള് ദിയയും കളിച്ചോണ്ടിരിക്കുമ്പോൾ ഒന്നും പറയാതെ ശ്രേയ ബാൽക്കണിയുടെ ഭാഗത്തേക്ക് എഴുന്നേറ്റ് പോവാണ്. അപ്പൊ ഹീറോ, അല്ല നീ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ മറുത്തൊന്നും പറയാതെ അവൾ എടുത്ത് താഴത്തേക്ക് ചാടുകയാണ്. എന്നാൽ വൈഫിനെ രക്ഷിക്കുന്നതിന് മുൻപ് തന്നെ അവൾ താഴെ വീണ് പോയിട്ടുണ്ട്. എന്താ സംഭവിച്ചേ? ഇപ്പൊ അവൾ എന്തിനാ ഇങ്ങനെ തീരുമാനം എടുത്തേ? ഒന്നും ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ ആഗ്രഹത്തിനാണ് ദയെ പോലും തന്റെ ലൈഫിലേക്ക് ഹീറോ കൂട്ടിയത്. അവൾക്ക് വേണ്ട എല്ലാം ഹീറോ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ തന്റെ ഭാര്യ ഇങ്ങനൊരു തീരുമാനം എടുത്തതിന്റെ പിന്നിലെ കാര്യം പോലെ അറിയാതെ ഹീറോയുടെ മനസ്സ് തകർന്നു പോവാണ്. വല്ലാതെ ഹാപ്പിയായ ലക്കിയായ ഒരു ലൈഫ് ഹീറോ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടക്കുന്നേ. അതിനുശേഷം തന്റെ ഒരു കാര്യവും ശരിക്കും ഭക്ഷണം കഴിക്കാനോ ജോലിയിൽ ശ്രദ്ധിക്കാനോ ഒന്നിനും ഹീറോയ്ക്ക് കഴിയുന്നില്ല. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കേസ് വരുന്നത്. അതായത് ഒരു ഡ്രഗ് ഡീലറെ പിടിക്കാന്. അയാളുടെ പേര് റെഡ്ഡി എന്നാണ്. അങ്ങനെ അയാളെ ലോക്ക് ചെയ്ത് അറസ്റ്റും ചെയ്ത് തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കാറിന്റെ മുൻപിലൂടെ തന്റെ ഭാര്യ ശ്രേയ ക്രോസ് ചെയ്തു പോകുന്നത് ഹീറോ കാണുകയാണ്. ഉടനെ ഹീറോ തന്റെ വണ്ടി നിർത്തിയിട്ട് ഭാര്യ ശ്രേയയുടെ അരികിലേക്ക് പോകുമ്പോൾ അതിനുള്ളിലെ ആ ഒരു ഡ്രഗ് ഡീലറിലെ റെഡ്ഡി അങ്ങേരെ റാമിന്റെ ഗണ്ണും തട്ടിപ്പറിച്ച് അയാളുടെ കാലിൽ ഷൂട്ട് ചെയ്തിട്ട് അവനോടൊന്ന് ഓടിപ്പോവാണ്. അപ്പോൾ റാം വിളിച്ച് പറയുന്നുണ്ട്, സാറേ അവൻ രക്ഷപ്പെട്ടു പോവാണ്. എന്നാൽ തന്റെ ഭാര്യയെ കണ്ട് ഷോക്കായി നിന്ന ഹീറോയ്ക്ക് റെഡ്ഡിയെ പിടിക്കാനേ പറ്റിയില്ല. അതിനുശേഷമാണ് തന്റെ ഭാര്യയുടെ വിയോഗത്തില് നമ്മുടെ ഹീറോ സത്യ
മെന്റലി അൺഫിറ്റ് ആണെന്ന് പറഞ്ഞ് 6 മാസത്തേക്ക് ഹീറോയെ സസ്പെൻഡ് ചെയ്യുന്നതും നമ്മുടെ ASI റാമിനെ എഴുന്നേൽക്കാൻ പറ്റാതെ വീൽ ചെയറിലായതുകൊണ്ട് അങ്ങേരുടെ ജോലി നഷ്ടപ്പെട്ടു പോകുന്നതും താൻ കാരണം റാമിന്റെ ലൈഫിൽ ട്രാജഡി സംഭവിച്ചല്ലേ ഹീറോയ്ക്ക് നല്ല വിഷമമുണ്ട്. അതിനുശേഷമാണ് റാം പറഞ്ഞിട്ട് തന്റെ മകളെ റാമിന്റെ വീട്ടിലെ ഹീറോ ആക്കുന്നത്. അങ്ങനെ അടുത്ത സീനില് പ്രസന്റില് നമ്മുടെ ഹീറോ റാമിനോട് പറയുന്നുണ്ട്, സത്യമായിട്ടും ഞാൻ മരണപ്പെട്ട വിശ്വയില്ലേ അവന്റെ വീട്ടിലേക്ക് പോയതാണ്. അവന്റെ ഗേൾ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടുള്ള മായ അവൾ ആ വീട്ടിലുണ്ടായിരുന്നു. ഒന്നുകിൽ വിശ്വയുടെ മരണത്തെക്കുറിച്ച് അവൾക്ക് എന്തോ അറിയാം, അല്ലെങ്കിൽ അവൾക്ക് ആ ഒരു മരണത്തിൽ കൈയുണ്ട്. അപ്പൊ അവളെ പിടിച്ചു കഴിഞ്ഞാല് ഉറപ്പായിട്ടും തന്റെ ഭാര്യ ശ്രേയയുടെ മരണത്തിന് പിന്നിലെയും അതുപോലെ വിശ്വയുടെ മരണത്തിന് പിന്നിലെയും രഹസ്യങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ ഒരു കേസ് അന്വേഷണം തുടങ്ങിയിട്ട് തന്നെ 43 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശ്രേയയുടെയും അതുപോലെ വിശ്വയുടെയും മരണത്തിൽ ഏകദേശം ഒരേപോലെ കോമൺ ആയിട്ട് സംഭവിച്ചതെന്താ, അവർ രണ്ടുപേരും ആ ഒരു പബ്ബിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നേരിട്ട് പബ്ബിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ആ ഒരു പബ്ബില് CCTV വിഷ്വൽ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ഹീറോയുടെ വൈഫായിട്ടുള്ള ശ്രേയയും അവളുടെ ഫ്രണ്ടും ആ ഒരു പബ്ബിലേക്ക് വരുന്നുണ്ട്. ആ കാഴ്ച കാണുമ്പോൾ ഹീറോയുടെ കണ്ണ് നിറയുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് അതേ പബ്ബിലേക്ക് വിശ്വയും വിശ്വയുടെ ഭാര്യ എന്ന് പറഞ്ഞ മായയില്ലേ അവളും ആ പബ്ബിലേക്ക് വരികയാണ്. അവര് രണ്ടുപേരും ഒന്നിച്ചാണ് അങ്ങോട്ട് വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണുന്നത് നമ്മുടെ ശ്രേയയില്ലേ അവള് വല്ലാതെ മദ്യപിച്ചിരാൻ തോന്നുന്നുണ്ട്. അവളുടെ ബോധം നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ മായയില്ലേ അവളാണ്. അപ്പോൾ തന്റെ ഭാര്യ ശ്രേയ ചിലപ്പോൾ മായക്ക് അറിയായിരിക്കുന്ന ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു പബ്ബിന്റെ ഓണർ നമ്മുടെ ഹീറോയോടൊന്ന് ചോദിക്കുന്നത്, അല്ല നിങ്ങൾ ആരാ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഹീറോ പറയുന്നുണ്ട്, ഞാൻ ACP സത്യ, ഈ പബ്ബിൽ വന്ന 2 ആളുകള് മരണപ്പെട്ടു പോയിട്ടില്ലേ ആ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിയതാ. എനിക്ക് CCTV വിഷ്വൽ വേണമല്ലോ. അപ്പോൾ ഓണർ ചോദിക്കുന്നുണ്ട്, അതിന് സാറേ നിങ്ങളുടെ കയ്യിൽ വാറണ്ട് ഉണ്ടോ, ഉണ്ടെങ്കിൽ കാണിക്ക്. അപ്പൊ ഹീറോ വാറണ്ട് ഒന്നുമില്ല. അപ്പൊ അയാൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു വിഷ്വലും തരാൻ പറ്റില്ല. ഓൾറെഡി നമ്മുടെ ഹീറോ സസ്പെൻഷനിലല്ലേ, കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതെ അവിടുന്ന് ഹീറോ നേരെ പോകുന്നത് നമ്മുടെ വിശ്വയില്ലേ അങ്ങേരുടെ കമ്പനിയിലേക്കാണ്. അവിടുത്തെ ക്ലർക്കിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഓണർ ആയിരുന്ന വിശ്വയില്ലേ അങ്ങേര് മരണപ്പെടുന്നതിന് മുൻപ് കമ്പനിയിലേക്ക് വരുമ്പോൾ അങ്ങേരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ആരെങ്കിലും ഭയപ്പെടുന്ന പോലെയോ അങ്ങനെ എന്തെങ്കിലും നോട്ട് ചെയ്തിരുന്നോ? അപ്പൊ അയാൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും കണ്ടിട്ടില്ല സാറേ, കൂടുതൽ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മുടെ ഹീറോ നേരെ അവിടെ നിന്ന് പോകുന്നത് വിശ്വ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന അവന്റെ ഫ്ളാറ്റിലേക്കാണ്. അപ്പോൾ അതേ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന മറ്റൊരു പയ്യന്റെ ഹെൽപ്പോട് കൂടി ആ ഒരു ഫ്ളാറ്റ് തുറന്ന് ഫ്ളാറ്റിന്റെ ഉള്ളിലേക്ക് കയറാണ്. ഇനി വല്ല തെളിവും കിട്ടിയാലോ? എന്നാൽ ആ ഒരു ഫ്ളാറ്റ് മുഴുവനായിട്ട് തേടി നോക്കിയിട്ടും ഹീറോയ്ക്ക് പ്രത്യേകിച്ച് ഒരു എവിഡൻസും കിട്ടുന്നില്ല. അങ്ങനെ സങ്കടത്തില് നിരാശയിൽ അവിടെ നിന്ന് തിരിച്ചു നോക്കുമ്പോഴാണ് പുറത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അത് മാത്രമല്ല കുറേയധികം പെൺകുട്ടികൾ വന്നു പോകുന്നുണ്ട്. അപ്പൊ ഹീറോ ആ ഒരു പയ്യനോട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ താഴെ ഒരു പെൺകുട്ടി സൂംബ ഡാൻസിന്റെ ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സിലേക്ക് വരുന്നതാണ്. അപ്പോഴാണ് ഹീറോ ഓർക്കുന്നത്, ഓൾറെഡി വിശ്വയുടെ ഭാര്യയായിട്ട് കണ്ട നമ്മുടെ മായല്ലേ അവളും ഇതേപോലത്തെ ഡ്രസ്സായിരുന്നു അന്ന് ധരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ മായയും താഴെ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിലോ? അങ്ങനെ അവിടെ വന്നിട്ട് ക്ലാസ് നടത്തുന്ന ആ ഒരു പെൺകുട്ടിയോട് ആദ്യം തന്നെ അവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ വാങ്ങിയിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതായത് എന്തിനാ ഹീറോ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാല് വിശ്വ കൊല്ലപ്പെട്ടെന്നും ആ ഒരു പെൺകുട്ടി ഈ ഒരു ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവില്ല. അത് മാത്രമല്ല വിശ്വ തേടിയിട്ട് നമ്മുടെ ഹീറോ ഈ ഒരു ഫ്ലാറ്റിലേക്ക് വന്നിരുന്നില്ലേ, സെക്രട്ടറി ഓടിച്ചു വിട്ട ആ ഒരു ദിവസവും ഉറപ്പായിട്ടും മായ സൂംബ ക്ലാസ്സിൽ വന്നിട്ടേ ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ പേര് ക്രിസ്റ്റീന എന്നാണ്. വിശ്വ മരണപ്പെട്ട അന്ന് അവൾ ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല. അതുപോലെ ഹീറോ വന്നു എന്ന് പറഞ്ഞില്ലേ, അന്നത്തെ ദിവസം അവള് കുറെ ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിലേക്ക് വന്നേ. അപ്പൊ ഹീറോ അല്ല ആ ഒരു പെൺകുട്ടി ആരാന്ന് ചോദിക്കുമ്പോൾ അവളുടെ പേര് ക്രിസ്റ്റീന, അത് മാത്രമല്ല അവള് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിലേക്ക് വരാറുള്ളൂ. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൾക്ക് എപ്പോഴും എന്തെങ്കിലും അസുഖം ഉണ്ടാവും. എന്തായാലും പൈസ തന്നിട്ട് ക്ലാസ്സിന് വരുന്നുണ്ട്, അവള് വന്നാലും വന്നില്ലല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവള് ഇന്നും ക്ലാസ്സിന് വന്നിട്ടില്ല. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, എന്നാൽ അവളുടെ വീട് എവിടെയുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഒന്ന് തരാൻ പറ്റുമോ? എന്നാൽ ആ ഒരു പെൺകുട്ടി കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യുമ്പോൾ അത് ഹാങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവള് പറയുന്നുണ്ട്, സാറേ നിങ്ങളുടെ ഫോൺ നമ്പർ തന്നാല് കമ്പ്യൂട്ടർ റെഡി ആയിട്ട് ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞേക്കാം. അങ്ങനെ ഹീറോയും നമ്പർ കൊടുത്തിട്ട് അവിടുന്ന് തിരിച്ചു പോവാണ്. അതിനുശേഷം ഹീറോയ്ക്ക് ഓൾറെഡി ആരുടെ മേലേക്കാണ് സംശയമുള്ളത് ആ ഒരു കേസിന്റെ അന്വേഷണത്തെ കുറിച്ചൊക്കെ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ആദ്യം തന്നെ സസ്പെക്ട് ലിസ്റ്റില് നമ്മുടെ ക്രിസ്റ്റീനയുടെ പേര് ആഡ് ചെയ്യാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഫോൺ വരുന്നത്. നോക്കുമ്പോൾ വിശ്വയുടെ കമ്പനിയിലെ ആ ഒരു ക്ലർക്കില്ലേ അങ്ങേരാണ്. അങ്ങേര് പറയുന്നുണ്ട്, സാറേ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ് ആകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നാലും പറയണമെന്ന് തോന്നുകയാണ്. ഞാൻ പറയുന്നത് 100% സത്യമാണ്. അതായത് ഈ ഒരു കേസ് പോലീസ് എടുത്തില്ലേ, അതിന്റെ 2ാമത്തെ ദിവസം തന്നെ അവര് വിശ്വസാറിൻ്റെത് ഒരു ആത്മഹത്യയാണെന്ന് കേസും ക്ലോസ് ചെയ്തില്ലേ. എന്നാൽ അതിനുശേഷം ഏതൊരാള് പേര് വെളിപ്പെടുത്താതെ പോലീസിന്, ACPക്ക്, അതുപോലെ കമ്മീഷണറിന്, എല്ലാ ആളുകൾക്കും വിശ്വ സാറിൻ്റെത് ഒരു സൂയിസൈഡ് അല്ല മറിച്ച് അങ്ങേരെ ആരോ കൊലപ്പെടുത്തുകയാണെന്ന് തുടർച്ചയായിട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു കേസ് വൈറലാകുന്നതും ജനങ്ങളും മീഡിയയും ഈ ഒരു കേസ് ഏറ്റെടുത്ത് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയതും. ശരിക്കും ആ ഒരു പേര് വെളിപ്പെടുത്താതെ മെസ്സേജ് അയച്ചത് അത് വേറെ ആരുമല്ല സാറേ, അത് ഞാൻ തന്നെയാ. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ പറയുന്നേ,
അത് നിങ്ങളാണോ? അപ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, സാറേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. കുറച്ച് വർഷമായി അങ്ങേരുടെ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യുന്നു. അങ്ങേര് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. ഒരിക്കലും അങ്ങേര് ആത്മഹത്യ ചെയ്യാനേ സാധ്യതയില്ല. കാരണം ബിസിനസ്സിൽ എത്രയോ വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് പോലും അതൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് അദ്ദേഹം ഡീൽ ചെയ്തത്. പിന്നെ ഇപ്പൊ കുറച്ച് വർഷമായിട്ട് അങ്ങേരുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ ലൈഫിലോ ഒരു തരത്തിലുള്ള ചെറിയ ടെൻഷൻ പോലും ഇല്ല. പിന്നെ അദ്ദേഹം എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ട ആവശ്യം? എന്നാൽ റീസെന്റ് ആയിട്ട് ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള റിലേഷൻ പുതുതായിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിശ്വസാറുമായിട്ട് കുറെ വർഷത്തെ പരിചയം എനിക്കുണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു സ്ഥാനത്തിന്റെ അധികാരത്തിൽ അദ്ദേഹത്തോട് ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഞാനും ചോദിച്ചു, അല്ല സാറേ, ഒരു പെൺകുട്ടിയായിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് സാറിനെ കാണാറുണ്ടല്ലോ, ആ പെൺകുട്ടിയെ സാറ് പ്രണയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടോ? ആ ഒരു പെൺകുട്ടി ഏതാ? എന്നാൽ എന്നോടധികം അദ്ദേഹം ഒരിക്കലും റൂഡായിട്ട് സംസാരിച്ചിട്ടില്ല. അന്ന് എന്നോട് പറഞ്ഞത് ആ ഒരു കാര്യം അതെന്റെ പേഴ്സണലാണ്, എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ നിങ്ങൾ തലയിടേണ്ടെന്നാണ്. സാറേ, എനിക്ക് സത്യത്തില് വിശ്വസാറിന്റെ മരണത്തില് ആ പെൺകുട്ടി അവളെ തന്നെയാണ് സംശയം. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ അവസാനമായിട്ട് ആ പെൺകുട്ടിയെ അവൾ എവിടെ വെച്ചാ കണ്ടിരുന്നേ? അപ്പൊ ഒരു ഷോപ്പിന്റെ പേര് പറയുന്നുണ്ട്. അപ്പൊ ഹീറോയും ആ ഒരു ഏരിയയിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കടയിലെ ആളോട് ആ പെൺകുട്ടിയുടെ ഏകദേശം ഒരു ബോഡി സ്ട്രക്ചറൊക്കെ വെച്ച് ചോദിക്കുമ്പോൾ കുറച്ചകലെ ഒരു പെൺകുട്ടി മുഖം മറച്ചിട്ട് നടന്നു പോകുന്നത് ഹീറോ കാണുന്നുണ്ട്. അവളുടെ കണ്ണ് കണ്ടപ്പോ തന്നെ ഹീറോയ്ക്ക് ഉറപ്പായിട്ടുണ്ട് ഹീറോ തേടി വന്ന മായ അത് ഇവള് തന്നെയാണ്. അവളോട് അവിടെ നിൽക്കുമെന്ന് പറയുന്നതിനുള്ളിൽ തന്നെ അവളൊരു ഓട്ടോ പിടിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ഹീറോ തന്റെ ബൈക്കുമായിട്ട് ആ ഓട്ടോയുടെ പിന്നാലെ പാഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോ ആ ഓട്ടോ ഒരു സിഗ്നലിൽ നിർത്തുകയാണ്. അപ്പൊ വേഗത്തിൽ ആ ഓട്ടോയിൽ പോയി നോക്കുമ്പോൾ അതിൽ ആ പെൺകുട്ടിയെ കാണുന്നില്ല. അല്ല, അവൾ എവിടെയാ പോയെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഡ്രൈവർ പറയുന്നുണ്ട്, സാറേ അവര് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിപ്പോയി. അപ്പൊ ഹീറോ, അല്ല അവൾ എവിടെയാ പോയത്, ഏത് ഏരിയയിലെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ട്രാഫിക് പോലീസ് ഒന്ന് പറയുന്നുണ്ട്, അല്ല നിങ്ങൾ ഇത് എവിടെ വെച്ചാ ചോദ്യം ചോദിക്കുന്നേ? നടു റോട്ടിൽ വെച്ചിട്ടാ, ഒന്ന് പുറത്ത് അപ്പുറം പോയി സംസാരിക്കോ? എന്നാൽ ആ ഒരു വിഷ്വല് ആരോ റെക്കോർഡ് ചെയ്തിട്ട് മീഡിയക്ക് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ന്യൂസിൽ ഒരു പോലീസുകാരൻ ACP സസ്പെൻഷൻ ആയ ശേഷം പഠിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാന് നടു റോഡില് ഇറങ്ങിയിരിക്കുകയാണെന്നൊക്കെ ന്യൂസിൽ പറയുന്നുണ്ട്. ആ ഒരു വിഷ്വൽ കണ്ടപ്പോ കമ്മീഷണർ കലിപ്പായിട്ടുണ്ട്. അങ്ങനെ ഹീറോയെ വിളിച്ചിട്ട്, ഓൾറെഡി നിന്നോട് ഞാൻ പറഞ്ഞതാ ആ ഒരു കേസിന്റെ പിന്നാലെ പോണ്ട, കുറച്ചു നാളത്തേക്ക് ഒന്ന് സമാധാനത്തിലിരിക്കാന്. നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓൾറെഡി ക്ലോസ് ആയ കേസിന്റെ പിന്നാലെ നീ എന്തിനായി അലയുന്നേ? ഇത് അവസാനത്തെ വാണിംഗാ. ഇനി വീണ്ടും നീ കേസിന്റെ പിന്നാലെ അന്വേഷണം എന്ന് പറഞ്ഞിറങ്ങിയാല് ഉറപ്പായിട്ടും എനിക്ക് നിയമത്തിന്റെ വഴി സ്വീകരിക്കേണ്ടി വരും. എന്നാൽ കമ്മീഷണർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഹീറോ അടങ്ങിക്കുന്നു വിചാരിക്കുമ്പോൾ തന്റെ ഭാര്യയ്ക്ക് എന്താ പറ്റിയെന്നറിയാതെ തല പോഞ്ഞോണ്ടിരിക്കണ്ടേ. ഇപ്പൊ കമ്മീഷണർ അല്ല, ഇനി ആര് പറഞ്ഞാലും നമ്മുടെ ഹീറോ കേൾക്കുന്നു തോന്നില്ല. അങ്ങനെ അവസാനമായിട്ട് മായല്ലേ അവള് എവിടുന്നേരുന്നു വന്നതെന്ന് ഹീറോ പോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അവൾ അവസാനമായിട്ട് വന്നത് ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റിയോട് മായയുടെ ഏകദേശം ബോഡി ഷേപ്പൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, സാറേ നിങ്ങൾ പറയുന്നത് മായമേടാണെങ്കിൽ അവരിന്ന് രാവിലെയാണല്ലോ അവരുടെ ഫ്ലാറ്റ് വെക്കറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പോയത്. അത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് കലിപ്പാവുന്നുണ്ട്. ഇന്ന് രാവിലെ ഹീറോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് ഹീറോ ഉറപ്പായും തേടി വരുന്നു. അങ്ങനെ അവൾ അവിടുന്ന് സ്കൂട്ടായതാണ്. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, മായ അവള് സ്റ്റേ ചെയ്ത ആ ഫ്ലാറ്റ് എനിക്കൊന്ന് കാണണല്ലോ. ആ ഒരു സെക്യൂരിറ്റിയും കൊണ്ട് കാണിച്ചു കൊടുക്കാണ്. ആ ഫ്ലാറ്റ് മുഴുവനായിട്ട് തേടി നോക്കിയിട്ടും ഹീറോയ്ക്ക് പ്രത്യേകിച്ച് ക്ലൂ ഒന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് ജനലൊരു നോട്ട് ഒട്ടിച്ചത് ഹീറോ കാണുന്നത്. നീ എന്തായാലും നല്ല സ്മാർട്ടാ റോമിയോ, എന്നാൽ ഇപ്രാവശ്യം നിന്നെ എനിക്ക് കാണാൻ പറ്റില്ല എന്ന് നിന്റെ സ്വന്തം ജൂലിയറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഹീറോയ്ക്ക് എന്തോന്ന് കത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു നോട്ട് എടുത്തിട്ട് തന്റെ ഫ്രണ്ട് ഇൻസ്പെക്ടർ കാണാൻ വരാണ്. അങ്ങനോട് ചോദിക്കുന്നുണ്ട്, നിനക്കിത് കാണുമ്പോൾ എന്താ തോന്നുന്നേ? അപ്പൊ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, എന്തോ തോന്നാലും ഒരു മാങ്ങാത്തോലും തോന്നില്ല. അപ്പൊ ഹീറോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവര് ഒന്നിച്ച് 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇല്ലേ, അത് കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കാണ്. നമ്മൾ ഒന്നിച്ചേരുന്നില്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എന്റെ ഫോട്ടോ, അതുപോലെ ഇതെന്റെ വൈഫ് ശ്രേയ, പിന്നെ ഈ ഒരു പെൺകുട്ടി, ഇവളെ നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പോ ഇൻസ്പെക്ടർ രവി പറയുന്നുണ്ട്, എനിക്കൊന്നും ഓർമ്മയില്ല. എടാ, ഇവളാണ് നമ്മുടെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന മായ. ഇവള് മാത്രമേ എന്നെ സ്കൂളിൽ വെച്ചിട്ട് റോമിയോ എന്ന് വിളിക്കാറുണ്ടായിരുന്നുള്ളൂ. അന്ന് സ്കൂളില് റോമിയോ ജൂലിയറ്റ് നാടകം നടത്തിയില്ലേ, അന്ന് റോമിയോ ആയിട്ട് ഞാനാണ് അഭിനയിക്കായിരുന്നത്. അപ്പോ ജൂലിയറ്റ് ആയിട്ട് മായായിരുന്നു എന്റെ പേര്. എന്നാൽ പിന്നീട് അവള് വന്നില്ല. അതിനുശേഷമാണല്ലോ എന്റെ വൈഫ് ശ്രേയയുമായിട്ട് ആ ഒരു നാടകത്തില് നമ്മൾ രണ്ടുപേരും അഭിനയിക്കുന്നത്. അപ്പൊ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല സത്യ, നീ ഇപ്പൊ എന്താ പറയുന്നേ? അന്ന് നമ്മളോട് പഠിച്ച നിന്നെ പ്രണയിച്ചിരുന്ന മായ, അവളെ നാടകം നടക്കുന്നതിന് മുൻപ് തന്നെ ക്ലാസ്സിൽ പോയതാണ്. അവള് ഇപ്പോഴും നിന്റെ പിന്നാലെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുക. അവള് നിനക്കെതിരെ എന്തൊക്കെയോ ചെയ്യാണെന്നാണോ നീ പറഞ്ഞു വരുന്നേ? അപ്പൊ ഹീറോ, അത് തന്നെയാടാ. അപ്പൊ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, സത്യ നിനക്ക് പ്രാന്ത. 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ആ ഒരു ചെറിയ പ്രായത്തില് ആ പെൺകുട്ടി സ്കൂൾ വിട്ടു പോയിട്ട് അവൾ ഇപ്പൊ തിരിച്ചു വന്നു. അന്നെന്തോ ജൂലിയറ്റ് ഡ്രാമയിൽ എന്താ അഭിനയിച്ചു. നീ എന്തൊക്കെ പറയുന്നേ? നീ പോയിട്ട് എന്തെങ്കിലും പണി നോക്ക്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മൾ മായയെ കാണുന്നുണ്ട്. അവളുടെ കയ്യിലും ഇവര് 7ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ ഇല്ലേ, അതുണ്ട്. ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് റോമിയോ എന്ന് അവള് പറയുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നേ, ഓൾറെഡി നമ്മുടെ ഹീറോ സത്യം പറഞ്ഞില്ലേ, അതൊക്കെ സത്യം തന്നെയാണ്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് ആ ഒരു സ്കൂളിലേക്കാണ്. അങ്ങനെ ഹെഡ് മിസ്റ്ററോട് ചോദിക്കുന്നുണ്ട്, അന്ന് കാണാതെ പോയ മായല്ലേ, അവൾക്ക് എന്തായിരുന്നു ശരിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്?
ഉണ്ടായിരുന്നത്. അങ്ങനെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുമ്പോഴാണ് അന്ന് നാടകത്തിന്റെ പരിപാടികളൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനായിരുന്നു നോക്കി നടത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു ഫോൺ വന്നു എന്ന് പ്യൂണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഫോൺ എടുക്കാൻ പോയപ്പോ മുകളിൽ നിന്ന് പെട്ടെന്ന് ആരോ താഴത്തേക്ക് വീണിട്ട് മരണപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോ മുകളിലെ ആ പെൺകുട്ടിയില്ലേ ക്രിസ്റ്റീന, അവള് നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആ ഒരു നോട്ടത്തില് അവള് ഭയന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേപോലെ തന്നെ മുഖത്ത് എന്തോ ഒരു വലിയ ദേഷ്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇനിയിപ്പോ പോലീസ് എങ്ങാനും തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഭയന്നിട്ട് ആ ഒരു പെൺകുട്ടി അവിടുന്ന് ഓടിപ്പോയത്. എന്നാൽ ഈ ഒരു കാര്യം പുറത്തിറങ്ങി കഴിഞ്ഞാല് നമ്മുടെ സ്കൂളിന് തന്നെ ചീത്തപ്പേരാവില്ലേ. പിന്നെ കുട്ടികളെ ഇങ്ങോട്ടേക്ക് പഠനത്തിന് അയക്കാന് പാരന്റ്സും ഒന്ന് ഭയക്കില്ലേ. അതുകൊണ്ട് തന്നെ അന്ന് അങ്ങനെ ഒരാള് മുകളിൽ നിന്ന് താഴത്തേക്ക് വീണതും അതേ സ്ഥലത്ത് ക്രിസ്റ്റീന ഉണ്ടായിരുന്ന കാര്യമൊക്കെ പോലീസിനോട് പോലും പറയാതെ പോലീസിന് പൈസ കൊടുത്തിട്ട് ഈ ഒരു കേസ് ക്ലോസ് ചെയ്തതാണ്. എന്റെ സ്കൂളിന്റെ പേര് പ്രൊട്ടക്ട് ചെയ്യാനേ എനിക്ക് അന്ന് വേറെ വഴിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഹീറോയും മറുത്തൊന്നും പറയാതെ അവിടുന്ന് തിരിച്ചു പോവാണ്. ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാന്ന് ഹീറോ ഒന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. നോക്കുമ്പോൾ അത് നമ്മുടെ ക്രിസ്റ്റീന തന്നെയാണ്. ഇവള് മായായിട്ട് പേര് മാറ്റി പറഞ്ഞതാണ് നമുക്ക് ഒരു പള്ളിയിൽ വെച്ച് മീറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം ഫ്രണ്ടായിട്ടുള്ള ഇൻസ്പെക്ടറോട് പറയുമ്പോൾ ഇപ്പോഴാണ് ഹീറോ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അങ്ങേർക്ക് മനസ്സിലാവുന്നേ. അപ്പോൾ അങ്ങേര് ചോദിക്കുന്നുണ്ട്, അല്ല സത്യ, നീ ഇപ്പൊ ഒറ്റക്കാണോ ക്രിസ്റ്റീനെ കാണാൻ പോകുന്നേ? അതിനെന്താ, ഞാൻ ഒറ്റക്ക് തന്നെയാ. അപ്പൊ ഇൻസ്പെക്ടർ, എടാ ഒറ്റക്ക് പോകുന്നത് തീരെ സേഫ് അല്ല. അപ്പൊ ഹീറോ, അതിന് എനിക്ക് ഒരു പേടിയില്ല. എനിക്ക് ഇതിന്റെയൊക്കെ പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്താതെ ഞാനിനി ബാക്കൗട്ടില്ല. അങ്ങനെ അവള് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അവളെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോ തന്റെ ഭാര്യയായിട്ടുള്ള ശ്രേയയുടെ ഫോട്ടോ കാണിച്ചിട്ട് അന്ന് പബ്ബിൽ വെച്ചിട്ട് നീ ഇവളെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ CCTVയിൽ കണ്ടിരുന്നു. അന്ന് ശരിക്കും ഇവള് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, അന്ന് ഇവള് വല്ലാതെ ബോധം കെട്ട അവസ്ഥയിലായിരുന്നു, നല്ലോണം ഡ്രഗ്സ് അടിച്ച പോലെ. അപ്പോൾ ബാത്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണ് കൂട്ടിക്കൊണ്ടുപോയിട്ട് ബാത്റൂമിലാക്കി കൊടുത്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഏതോ ഒരാൾ വന്നിട്ട് ഇവളെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല ആരാ വന്ന് കൂട്ടിക്കൊണ്ടുപോയെ? അയാളെ കണ്ടാല് ഇനി നിനക്ക് ആളെ മനസ്സിലാക്കാൻ പറ്റുമോ, അടയാളം പറയാൻ പറ്റുമോ? അപ്പോൾ അവള് പറയുന്നുണ്ട്, അതിനയാൾ തിരിഞ്ഞു പോകുമ്പോഴാണ് ഞാൻ കണ്ടത്. ആളെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും, അതിൽ കൂടുതലായിട്ട് ഒന്നും പറയാൻ പറ്റും തോന്നില്ല. അപ്പൊ ഹീറോ, അതവിടെ നിൽക്കട്ടെ, നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം നിന്നെ കാണാതായല്ലോ, അതെന്താ അന്ന് ആരോടും പറയാതെ നീ പോയത്? എങ്ങോട്ടാ പോയെ? അപ്പോൾ അവളൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. അന്ന് ജൂലിയറ്റായിട്ട് അഭിനയിക്കാന് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് ഞാൻ വരുമ്പോഴാണ് അന്ന് ഏതോ ഒരുത്തൻ വല്ലാതെ മദ്യപിച്ചിട്ട് എന്നെ ഉപദ്രവിക്കാൻ എന്റെ പിന്നാലെ വന്നത്. അന്ന് ഞാൻ വല്ലാതെ ഭയന്നുപോയി. എങ്ങനെയെങ്കിലും അയാളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അവിടുന്ന് ഞാൻ ഓടിപ്പോകാൻ തുടങ്ങി. എന്നാൽ അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായില്ല. സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തള്ളിവിട്ടതാ. അങ്ങനെയാണ് അയാള് മുകളിൽ നിന്ന് താഴത്തേക്ക് തെറിച്ചു വീഴുന്നേ. വീണ വീഴ്ചയിൽ തന്നെ അയാള് മരണപ്പെട്ടു പോയിരുന്നു. ഞാൻ തള്ളിവിട്ട കാര്യം നമ്മുടെ ഹെഡ് മിസ്റ്റർ അല്ലേ, അവരും കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങാനും അവര് പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാല് ഉറപ്പായിട്ടും പോലീസിനെ തേടി വരും, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പേടിച്ചിട്ടാ ആരോടും പറയാതെ അവിടുന്ന് അന്ന് തന്നെ ഞാൻ ഓടി രക്ഷപ്പെട്ടെ. ഇനിയിപ്പോ അന്ന് നമ്മുടെ ക്രിസ്റ്റീന അവിടുന്ന് ഓടി രക്ഷപ്പെടാതെ നമ്മുടെ ഹീറോയുമായിട്ട് ഒന്ന് ചേർന്നിട്ട് അന്ന് ആ ഡ്രാമ അഭിനയിച്ചിരുന്നെങ്കിൽ ഇവളുടെ പ്രണയം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവും ചെയ്യുന്നു. നമ്മുടെ ഹീറോയുമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കാനും പറ്റുമായിരുന്നു. എന്നാൽ അന്ന് ചെറുപ്പത്തിലെ ക്രിസ്റ്റീനയുടെ പേരിലെ അത് ഹീറോയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഹീറോ ഓർത്ത ശേഷം അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല അന്ന് ഞാന് ആ ഒരു വിഷയുടെ വീട്ടിലേക്ക് വന്നില്ലേ, അപ്പോൾ അവിടെ വെച്ച് നിന്നെ കണ്ടല്ലോ, നീയും വിശ്വയും തമ്മിൽ എന്താ ബന്ധം? അന്ന് എന്തിനാ അവന്റെ ഫ്ലാറ്റിലേക്ക് നീ പോയിരുന്നേ? അവനുമായിട്ട് നിനക്ക് ശരിക്കും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അപ്പോൾ അവളുടെ ചില ഫ്ലാഷ് ബാക്ക് അവൾ പറയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് വിശ്വയെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. അവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അവനോട് ഇഷ്ടം തോന്നി. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ അവനോടത് പറയുകയും ചെയ്തു. എന്നാൽ ആദ്യമൊക്കെ അവൻ അതിന് എതിർപ്പായിരുന്നു. എന്നാൽ പതിയെ പതിയെ അവന് എന്റേത് ഒരു യഥാർത്ഥ പ്രണയാണെന്ന് മനസ്സിലായി. അങ്ങനെ രണ്ടുപേരും പ്രണയത്തിലാവും ചെയ്തു. അങ്ങനെ അവന് ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ രണ്ടുപേരും പുറത്തേക്ക് ചുറ്റാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അപ്പാർട്ട്മെന്റിൽ ആ ഫ്ലാറ്റ് എടുത്തിരുന്നത്. എന്നാൽ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ വരുന്ന കാര്യം പുറത്ത് ആർക്കും അറിയില്ല. എല്ലാ ആളുകളും നോക്കുമ്പോൾ ഞാൻ സൂംബ ക്ലാസ്സിൽ വരുന്ന പോലെ അവർക്ക് തോന്നുള്ളൂ. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയിരുന്നു. അപ്പോഴാണ് ഒരിക്കൽ ഞാൻ വിശ്വയോട് ചോദിച്ചത്, നമുക്ക് എപ്പോഴാണ് കല്യാണം കഴിക്കുക? കല്യാണത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവൻ ഷോക്കായിട്ട്, ഇപ്പോൾ എന്തായാലും കല്യാണത്തിനുള്ളൊരു മൂഡിലല്ല ഞാൻ. എനിക്ക് കുറേയധികം ലക്ഷ്യങ്ങൾ ലൈഫിൽ നേടാനുണ്ട്. അപ്പോൾ അതൊക്കെ നേടിക്കഴിഞ്ഞ ശേഷം നമുക്ക് സമാധാനത്തിൽ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാട്ടാ. തൽക്കാലം നീ ഒരു 5 വർഷം അതിന് കാക്ക് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഞാൻ കൂടുതലായിട്ട് അവനെ ഹേർട്ട് ചെയ്യാൻ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളുടെ ഭാര്യ ശ്രേയ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പാർട്ടിയിലെ ആ പബ്ബിലേക്ക് ഞാനും പോയിരുന്നേ. അന്ന് ആ പാർട്ടിയിൽ വെച്ച് എനിക്ക് ചില സത്യങ്ങൾ മനസ്സിലായി. അതായത് വിശ്വയുടേത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. എന്നാൽ അവന്റെ കമ്പനിയിൽ സാധാരണ പുറമേ നോക്കുമ്പോൾ ജനങ്ങൾ കരുതുക മരുന്നുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ശരിക്ക് അവൻ ചെയ്യുന്നത് ഡ്രഗ്സ് ഉണ്ടാക്കലാണ്. അങ്ങനെയാണ് കോടിക്കണക്കിന് സ്വത്ത് അവൻ സമ്പാദിച്ചതെന്ന് മനസ്സിലായപ്പോൾ ആ കാര്യം ഞാൻ അവനോട് ചോദിച്ചു. നിന്നെ കണ്ടപ്പോൾ നിന്നോട് ഇഷ്ടം തോന്നി എന്നുള്ള കാര്യം സത്യ. നീ ചെറുപ്പത്തിലെ പോലെ തന്നെ നല്ല ഒരുത്തനാണ്, നല്ല മനസ്സാന്ന് കരുതിയിട്ടാ ആ 7ാം ക്ലാസ്സിലെ പ്രണയം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് നിന്നോട് ഞാൻ
എന്ന് പറഞ്ഞേ. അപ്പോൾ അവനോട് ചോദിച്ചത്, അല്ല 7ാം ക്ലാസ്സിലോ? 7ാം ക്ലാസ്സിൽ ആർക്ക് പ്രണയം ഉണ്ടായിരുന്നു? അപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞു, നീ കരുതുന്ന പോലെ ഞാൻ ആ സത്യമല്ല, എന്റെ മുഴുവൻ പേര് സത്യനാഥ് വിശ്വ എന്നാണ്. അതായത് നമ്മുടെ ഹീറോയുടെ പേരും സത്യ എന്നല്ലേ. അപ്പോൾ ക്രിസ്റ്റീനെ കരുതിയിരുന്നത് 7ാം ക്ലാസ്സിൽ താൻ പ്രണയിച്ച സത്യ ഇവനാണെന്നാണ്. ആള് മാറിയതാണെന്ന് മനസ്സിലായപ്പോ ക്രിസ്റ്റീൻ അവിടെ നിന്ന് പോകാൻ ഇറങ്ങിയപ്പോ, അല്ല നീ ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നേ? നമുക്ക് ഹാപ്പി ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന്. അങ്ങനെ അവളെ ഫോഴ്സ് ചെയ്യുമ്പോൾ അവൾക്ക് അതിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവളെ പിടിച്ച് വലിച്ചിട്ട് അവളെ അബ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തപ്പോൾ അവൾക്ക് വല്ലാതെ ദേഷ്യം വന്ന് അവൻ കുടിച്ചുകൊണ്ടിരുന്ന ആ ഒരു മദ്യക്കുപ്പി വെച്ച് അവന്റെ തലക്കൊന്ന് കൊടുത്തിട്ട് അവളോടൊന്ന് രക്ഷപ്പെട്ടു പോയതാണ്. ക്രിസ്റ്റീനെ പറയുന്നുണ്ട്, ഞാൻ അടിച്ചിട്ടാണ് അവനന്ന് മരണപ്പെട്ടു പോയത്. അങ്ങനെ അടുത്ത ദിവസം തന്നെ പോലീസിൽ പോയിട്ട് സറണ്ടർ ആവുമെന്ന് കരുതിയതാ. എന്നാൽ അതിനുള്ളിൽ പോലീസ് അവന്റെ ബോഡി കണ്ടെത്തിയിട്ട് അവൻ്റെത് സൂയിസൈഡ് ആണെന്ന് ഓൾറെഡി കേസ് ക്ലോസ് ചെയ്തു. അവന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമൊന്നുമില്ല, കാരണം അവൻ മരണം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ കൂടെ ഞാൻ ആ ഫ്ലാറ്റിൽ സ്റ്റേ ചെയ്തിരുന്നില്ലേ, അപ്പൊ എന്റെ കുറച്ച് സാധനങ്ങൾ ആ ഫ്ലാറ്റിലുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്ത് വേഗം തന്നെ റിമൂവ് ചെയ്യാനാണ് അന്ന് ആ ഫ്ലാറ്റിലേക്ക് ഞാൻ പോയിരുന്നേ. അതേ സമയത്താണ് നമ്മുടെ ഹീറോ ആ ഒരു ഫ്ലാറ്റിലേക്ക് വരുന്നതും ഹീറോയുടെ മുമ്പിൽ അവൾ കുടുങ്ങിപ്പോകുന്നതും പേര് മാറ്റിയിട്ട് ഞാനാണ് മായ, വിശ്വയുടെ വൈഫ് എന്ന് അവള് മാറ്റി പറഞ്ഞിരുന്നതും. ആ ഒരു സമയത്ത് ഇവൾക്കറിയില്ലായിരുന്നു നമ്മുടെ ഹീറോയാണ് യഥാർത്ഥത്തിൽ ഇവള് പ്രണയിച്ച സത്യമെന്ന്. എന്നാൽ അതിനുശേഷമാണ് ന്യൂസിൽ നമ്മുടെ ഹീറോ സത്യമാണെന്നും അങ്ങനെ ഹീറോയുടെ ഫ്ലാഷ് ബാക്ക് അന്വേഷിച്ച് പോയപ്പോൾ തന്റെ കൂടെ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സത്യ, താൻ പ്രണയിച്ച സത്യ, അത് ഹീറോ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായത്. അതിനുശേഷമാണ് ആ ഒരു നോട്ട് വെച്ചിട്ട് ഇപ്പോൾ ഹീറോയെ മീറ്റ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. അങ്ങനെ അവൾക്കറിയുന്ന എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, അതായത് നീ പറയുന്നേ നീ ഞാനാണെന്ന് കരുതിയിട്ടാണ് വിശ്വയെ പ്രണയിച്ചതല്ലേ? അതവിടെ നിൽക്കട്ടെ, അല്ല നീ എന്നെ മീറ്റ് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അപ്പൊ അവള് പറയുന്നുണ്ട്, അന്ന് വിശ്വയില്ലേ, അവൻ പബ്ബിൽ വെച്ചിട്ട് ഏതോ ഒരു പുറം നാട്ടുകാരനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് രണ്ടുപേരും സംസാരിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ചെറിയ പേപ്പർ ഉണ്ടായിരുന്നു. അതുപോലെ ഡ്രഗ്സിനെ കുറിച്ചാണ് അവര് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതേ സമയത്ത് കോടിക്കണക്കിന് പൈസയെക്കുറിച്ചും അവർ പറയുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ അവൻ അടിച്ചില്ലേ, ആ സമയത്ത് അവന്റെ പോക്കറ്റിലെ ആ ഒരു ഷീട്ടില്ലേ, അത് ഞാൻ എന്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പേപ്പർ പീസ് വെച്ചിട്ട് നിനക്ക് ഈ കേസിൽ പല കാര്യങ്ങളും കണ്ടെത്താൻ പറ്റുന്ന എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടാണ് നിന്നെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് ഞാനന്ന് അവിടെ എഴുതി വെച്ചിട്ട് വന്നേ. അങ്ങനെ അവളോടൊന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഏതോ ഒരുത്തിന് മുഖം മറിച്ചു വന്നിട്ട് ക്രിസ്റ്റീനെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ഇപ്പൊ അവൻ ആരാണ്? അവനെ പിടിക്കാൻ നോക്കുമ്പോൾ അതിനുള്ളിൽ അവനോട് നോടി രക്ഷപ്പെടുകയാണ്. എന്നാൽ ക്രിസ്റ്റീനക്ക് കയ്യിൽ വെടിയേറ്റില്ലേ, ആദ്യം അവളെ രക്ഷിക്കണ്ടേ. അങ്ങനെ ഓപ്പോസിറ്റ് വന്ന ഒരു വണ്ടിയില് അവളെ കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ആക്കാനും പറഞ്ഞ് ആ ഒരു ഡ്രൈവറുടെ നമ്പറും വാങ്ങിയിട്ട് അവളെ പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് അവളെ ഷൂട്ട് ചെയ്ത് ഓടി രക്ഷപ്പെടുന്നില്ലേ, അവന്റെ പിന്നാലെ പോയിട്ട് അവനെ പിടിക്കുകയാണ്. അവന്റെ മുഖത്തുള്ള ആ ഒരു തുണി മാറ്റുമ്പോഴാണ് അവൻ ആരാണെന്ന് മനസ്സിലാവുന്നത്. അതായത് ഹീറോയ്ക്ക് സസ്പെൻഷൻ കിട്ടാൻ കാരണമായിട്ടുള്ള റാമിനെ ഷൂട്ട് ചെയ്ത ആ ഒരു ഡ്രഗ് ഡീലറില്ലേ, അതായത് റെഡ്ഡി, അവൻ തന്നെയാണ്. അങ്ങനെ അവനെ ലോക്ക് ചെയ്യാൻ ഹീറോ ട്രൈ ചെയ്യുമ്പോൾ അതിനുള്ളില് ഹീറോയെ തള്ളി തെറിപ്പിച്ച് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോവാണ്. അതിനുശേഷം ഹീറോ നേരെ മീറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്മീഷണറാണ്. അങ്ങേരോട് പറയുന്നുണ്ട്, എനിക്ക് അവസാനമായിട്ട് ഒരു ചാൻസ് തരുമോ? അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, നീ പറയുന്നൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. എന്തോ റോമിയോ ജൂലിയറ്റ് ആള് മാറിപ്പോയിന്നോ, അവളുടെ സ്വയം രക്ഷയ്ക്ക് ആരോ കൊലപ്പെടുത്തിയെന്നോ ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. നിന്റെ ഭാര്യ മരണപ്പെട്ട ശേഷം നിനക്ക് മാനസികമായിട്ട് ചെറിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, സാറേ ഈ ഒരൊറ്റ പ്രാവശ്യം എന്നെ ഒന്ന് വിശ്വസിക്കേ. അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട്, ആയിക്കോട്ടെ വിശ്വസിക്കാം. ഇപ്പൊ നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? നീ പറയുന്ന പോലെ ക്രിസ്റ്റീന ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ടല്ലേ? അങ്ങനെ അവര് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു പെൺകുട്ടി വന്നിട്ട് അഡ്മിറ്റ് ആയിട്ടേ ഇല്ല. അപ്പൊ ഹീറോ അവളെ കയറ്റിവിട്ട ഡ്രൈവറുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. അങ്ങനെ അയാൾ വിളിച്ചു നോക്കുമ്പോൾ അയാളുടെ ഫോണ് സ്വിച്ച് ഓഫ് എന്ന് പറയുന്നുണ്ട്. കമ്മീഷണർ, നിന്നെ വിശ്വസിച്ച് ഞാൻ വന്നില്ലേ, എന്നെ പറഞ്ഞാൽ മതി. അങ്ങനെ ഹീറോയുടെ ചെവി തിന്നിട്ട് അങ്ങനെ അവിടെ തിരിച്ചു പോവാണ്. എന്നാൽ തന്റെ ഫ്രണ്ട് ഇൻസ്പെക്ടറില്ലേ, അങ്ങേരും ഹീറോയെ നിനക്ക് മെന്റൽ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് തല പുകയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നതല്ലേ, പിന്നെ ഇതിപ്പോ എന്താ സംഭവിച്ചേ? എങ്ങനെയെങ്കിലും കേസ് ക്ലോസ് ചെയ്യാന്നിരിക്കുമ്പോൾ അവസാനം വീണ്ടും സീറോയിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ സങ്കടത്തില് നമ്മുടെ ASIയിലെ റാം അങ്ങേരെ മീറ്റ് ചെയ്യാൻ വരികയാണ്. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഞാൻ സത്യം പറയാണ്, എന്റെ ഇമാജിനേഷനോ എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ അവളെ കണ്ടതാ, ക്രിസ്റ്റീനെ കണ്ടതാ. അപ്പൊ റാം ചോദിക്കുന്നുണ്ട്, അതിന് അവൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം പറയാൻ വിളിച്ചാണോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? എന്ത് പറയാന്? അവളൊരു പേപ്പർ തന്ന്, അതും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറും വേസ്റ്റ് പേപ്പർ. അങ്ങനെ റാമിന് മുമ്പിൽ അത് കീറിക്കളിയാണ്. അപ്പൊ അങ്ങേര് പറയുന്നുണ്ട്, സാറേ ഞാൻ നിങ്ങളോട് പറയുന്നോണ്ട് നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത്, നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിൽ പറയുന്ന നിങ്ങൾ ഈ കേസിന്റെ പിന്നാലെ പോകാൻ തുടങ്ങിയ ശേഷം നിങ്ങൾ തന്നെ ആവശ്യമില്ലാത്ത സ്ട്രെസ് എടുത്ത് തലയിൽ വെക്കുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങളുടെ മകളിലെ ദിയ, അവൾക്ക് വേണ്ടിയിട്ട് സമയം പോലും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ല. അവൾക്ക് നിങ്ങളുടെ
പ്രസന്റ് ഇപ്പൊ ആവശ്യമല്ലേ? അവൾക്കും ഒരു കണക്കിന് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടതല്ലേ? അപ്പോ കഴിഞ്ഞു പോയതൊക്കെ മറന്നിട്ട് നിങ്ങളുടെ മകൾക്ക് വേണ്ടിയെങ്കിലും ഇനി ജീവിക്കാൻ നോക്ക്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാ. അങ്ങനെ ഹീറോ അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴാണ് ഹീറോയുടെ മൈൻഡിൽ ഒരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് ഓൾറെഡി നമ്മുടെ വിഷുയുടെ കേസില്ലേ, അത് ഡീല് ചെയ്തത് ഹീറോയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഇൻസ്പെക്ടർ രവി ആയിരുന്നില്ലേ? അങ്ങനെയോട് ചോദിച്ചപ്പോൾ അങ്ങനെ എന്താ പറഞ്ഞേ? ഓൾറെഡി ആ ഒരു കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ കൺക്ലൂഷൻ അത് സൂയിസൈഡ് ആണെന്നല്ലേ? അതായത് അങ്ങേരുടെ കൈ മുറിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. അത് പോലീസ് ഉറപ്പിച്ചത് അതിനു മുൻപ് അയാളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, താൻ സൂയിസൈഡ് ചെയ്യാൻ പോവാണെന്ന്. എന്നാൽ ക്രിസ്റ്റ്യാനോട് ഹീറോ ചോദിച്ചപ്പോ അവളെന്താ പറഞ്ഞേ? അവളെ ബോട്ടിൽ വെച്ച് അവന്റെ തലക്കടിച്ചിട്ടാണ് അവൻ മരണപ്പെട്ട് പോയിട്ടുണ്ടാവാന്നല്ലേ? അങ്ങനെ അവള് സറണ്ടർ ആവാൻ ട്രൈ ചെയ്യുന്നതിന് മുൻപാണ് പോലീസ് ആ ഒരു കേസ് സൂയിസൈഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തതെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അവര് രണ്ടുപേര് പറഞ്ഞതും വേറെ വേറെ അല്ലേ? ഇതിലെവിടെയോ എന്തോ പ്രശ്നമുണ്ടല്ലോ. അത് മാത്രല്ല, ഞാന് ക്രിസ്റ്റ്യാനെ മീറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം ആകെ രവി മാത്രമേ കേട്ടിട്ടുള്ളൂ, അറിഞ്ഞിട്ടുള്ളൂ. അപ്പോ ഇൻസ്പെക്ടർ രവിക്ക് അവൻ എന്തോ ബന്ധമുണ്ട്. അങ്ങനെ ഇൻസ്പെക്ടർ മീറ്റ് ചെയ്തിട്ട് ആ ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിനക്കിപ്പോ എന്റെ മേലെ സംശയമല്ലേ? ആ ഒരു കൊലപാതകങ്ങളൊക്കെ ഞാനാ ചെയ്തതെന്നാ? അപ്പൊ ഹീറോ പറയുന്നുണ്ട്, അത് തന്നെയാ. കാരണം നീ ഒരു സാധാരണ പോലീസുകാരനല്ല, അത്യാവശ്യം ഇന്റലിജന്റാ, അതെനിക്കറിയാം. പെട്ടെന്നൊരു കേസ് നിലയിലേക്ക് വരുമ്പോ നീ അത് ഒരു സൂയിസൈഡ് ആയിട്ട് വെറും 2 ദിവസം കൊണ്ട് ക്ലോസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ എന്തോ രഹസ്യമുണ്ട്. എന്നാൽ ദേഷ്യത്തില് ഇൻസ്പെക്ടർ ഹീറോയോട് കയറാൻ നോക്കുമ്പോ ആ ഒരു ശബ്ദം നമ്മുടെ ഇൻസ്പെക്ടറിന്റെ ഭാര്യയും കുഞ്ഞും കേട്ടിട്ട് ഭയന്നു പോവാണ്. അപ്പോ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഉള്ളിലേക്ക് പോയിക്കോ. എന്നിട്ട് ഹീറോയോട്, എടാ സത്യത്തില് ഞാൻ പൈസ വാങ്ങിട്ടോ ആർക്കെങ്കിലും ഫേവർ ചെയ്യാനോ അല്ല ഈ ഒരു കേസ് പെട്ടെന്ന് ക്ലോസ് ചെയ്ത്. അവരെ കുട്ടിയെ കൊണ്ട് പോയിട്ട് എന്നോട് കേസ് വേഗം ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഇനി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ കൊന്നു കളയെന്ന് പറഞ്ഞടാ. എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാനാ ഞാനെന്നാ ഫോറൻസിക് ഡോക്ടറോട് സംസാരിച്ചിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആ ഒരു കേസ് വേഗം ക്ലോസ് ചെയ്തേ. അത് കേട്ടപ്പോ നമ്മുടെ ഹീറോയ്ക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല. കാരണം നമ്മുടെ ഇൻസ്പെക്ടറും അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങേരെയും ആരോ കുടുക്കിയിട്ട് ആ ഒരു സാഹചര്യത്തിലല്ലേ ആ ഒരു കേസ് ക്ലോസ് ചെയ്യേണ്ടി വന്നേ. കൂടുതലൊന്നും പറയാതെ ഹീറോ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. നോക്കുമ്പോ ആ ഒരു ഡീലറില്ലേ റെഡ്ഡി, അവനാണ്. പൊന്നു മോനെ, നിനക്ക് നിന്റെ ജൂലിയറ്റിനെ വേണമെങ്കിൽ മര്യാദ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വാ. അങ്ങനെ അവൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോ അവിടെ എവിടെയും ക്രിസ്റ്റ്യനെ കാണുന്നില്ല. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല എവിടെ എന്റെ ജൂലിയറ്റ്? അപ്പൊ റെഡ്ഡി, അവളെയൊക്കെ കാണിച്ചു തരാം, ആദ്യം നിന്റെ കയ്യിലുള്ള ആ ഒരു പേപ്പർ ഇല്ലേ അതുകൊണ്ടാ. അപ്പൊ ഹീറോ, എന്റെ കയ്യിൽ ആ പേപ്പർ ഇല്ല, ദേഷ്യത്തില് ഞാനത് കീറി കളഞ്ഞുപോയി. നീ മര്യാദക്ക് ക്രിസ്റ്റീന അവൾ എവിടെയാണെന്ന് പറ, അവൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പൊ റെഡ്ഡി ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, എന്ത് നീ ആ പേപ്പർ കീറി കളഞ്ഞോ? പൊന്നു മോനെ, മര്യാദക്ക് പേപ്പർ എടുത്തെന്ന് പറഞ്ഞ് ഹീറോയെ ഷൂട്ട് ചെയ്യാന് അവൻ ഗണ്ണെടുക്കുമ്പോ വേറെ ആരോ റെഡ്ഡിയെ ഷൂട്ട് ചെയ്യാണ്. അതാരാണ് നോക്കുമ്പോ നമ്മുടെ റാമില്ലേ, അങ്ങേരാണ്. കൂടെ തന്നെ നമ്മുടെ ഹീറോയുടെ മകള് ദിയയെയും അങ്ങേര് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് റാമ് പറയുന്നുണ്ട്, സാറേ നിങ്ങളെ അവൻ ഷൂട്ട് ചെയ്യാൻ നോക്കിയോണ്ടാ അവനെ ഞാൻ ഷൂട്ട് ചെയ്തേ. അപ്പൊ ഹീറോ ഇല്ലേ റാമിനെ തുറച്ചു നോക്കുന്നുണ്ട്. അതായത് റാമിന് എഴുന്നേക്കാൻ പറ്റാതെ വീൽ ചെയറിലായിരുന്നില്ലേ. അപ്പൊ ആ ഒരു കാര്യം ഹീറോയ്ക്ക് മനസ്സിലായെന്ന് റാമിന് മനസ്സിലായപ്പോ റാമ് ചോദിക്കുന്നുണ്ട്, അല്ല സാറിപ്പോ ചിന്തിക്കുന്നത്, അല്ല ഇവന് നടക്കാനേ പറ്റില്ലല്ലോ, ഇവൻ വീൽ ചെയറിലായിരുന്നില്ലേ, ഇവനിപ്പോ എങ്ങനെയാ നടന്ന് ഇവിടെ വരെ വന്നേന്നല്ലേ? സത്യ, നീ കരുതുന്ന പോലെ ഞാൻ നല്ലൊരുത്തനല്ല. ഒരു കാലത്ത് നല്ലവനായിരുന്നു, എന്നാൽ ഇപ്പോ ഞാൻ ആ പഴയ ASA അല്ല. മര്യാദയ്ക്ക് എനിക്ക് ആ പേപ്പറും ഉണ്ട്. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, എന്റെ പൊന്നു മരത്തില്ല, നിന്റെ മുമ്പിൽ വെച്ചിട്ടല്ലേ ആ പേപ്പർ ഞാൻ കീറിക്കളഞ്ഞേ. അപ്പൊ റാമ് പറയുന്നുണ്ട്, അത് കീറിക്കളഞ്ഞാലും ആ നമ്പർ നീ ശരിക്കും കണ്ടതല്ലേ? അപ്പൊ അത് മര്യാദക്ക് പറ, ആ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ കണ്ടെയ്നർ കണ്ടെത്താൻ പറ്റൂ. അപ്പൊ ഹീറോ, എനിക്ക് ആ നമ്പറൊന്നും ഓർമ്മയില്ല, തൽക്കാലം എന്റെ മകളെ വിട്ടേക്ക്. അങ്ങനെ ഹീറോ മകളുടെ അടുത്തേക്ക് പോകുമ്പോ റാമ് ഹീറോയുടെ വയറ്റിൽ ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് ആ ഒരു കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് ഹീറോയുടെ അരികിൽ പോയിട്ട് അവന്റെ ലൈഫിൽ സംഭവിച്ച ഒരു കഥ പറയാണ്. നമ്മുടെ റാമ് ഒരു സത്യസന്ധനായ ASA ആയിരുന്നില്ലേ? ആ ഒരു സമയത്ത് തന്നെ കുറേയധികം ഡ്രഗ്സ് കണ്ടെയ്നറുകൾ ഇങ്ങനെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ മുതലാളി വേറെ ആരും ആയിരുന്നില്ല, ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള വിശ്വ തന്നെയായിരുന്നു. സൊസൈറ്റിയിൽ ഒരു മെഡിക്കൽ കമ്പനിയുടെ ഓണർ, എന്നാൽ ഉള്ളിലെ ഡ്രഗ്സ് വിറ്റ് കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കുന്ന ഒരു ഡ്രഗ് ഡീലർ. ആ ഒരു കാര്യം മനസ്സിലായപ്പോ അവനെ പിടിക്കാനായിട്ട് എവിഡൻസ് കളക്ട് ചെയ്തിട്ട് ഞാൻ നേരെ കമ്മീഷണർ മീറ്റ് ചെയ്യാൻ പോയി. അപ്പൊ കമ്മീഷണർ നിന്റെ ഫ്രണ്ട് രവിയില്ലേ ഇൻസ്പെക്ടർ, അയാളെ വിളിച്ചിട്ട് ഈ ഒരു ASA എന്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ, ഏതൊക്കെയോ ഡ്രഗ് ഡീലർ പിടിക്കാൻ പോകുന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. അന്ന് ഇൻസ്പെക്ടർ രവി പറഞ്ഞത് എനിക്ക് ഭ്രാന്താണ്, ഞാൻ പറയുന്നത് കേൾക്കണ്ടെന്നാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. അന്ന് കമ്മീഷണർ എന്റെ മുഖത്തൂക്കി പറഞ്ഞു, താനൊരു ജോക്കറാന്നും താൻ പറയുന്നതിൽ ഒരു കഴമ്പില്ലെന്ന് ഇൻസ്പെക്ടർ എന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം താൻ പോയിക്കോ. എന്റെ ഉള്ളു പിടഞ്ഞുപോയി. 15 വർഷമായി ഞാൻ പോലീസിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ പോലീസിൽ ചേരുമ്പോഴും ASA തന്നെയാണ്, 15 വർഷത്തിന് ശേഷം അതേ പൊസിഷൻ ASA തന്നെ. ഒരിക്കലും ഒരു പോലീസുകാരനും എനിക്ക് റെസ്പെക്ട് തന്നിട്ടില്ല. ഞാൻ പലപ്പോഴും എന്റെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അതിന്റെ എല്ലാം ക്രെഡിറ്റ് നമ്മുടെ മുകളിലുള്ള ആളുകൾ കൊണ്ടുപോകും. അവസാനം നമ്മളെ ജോക്കർ എന്നും അതുപോലെ ഒന്നിനും പറ്റാത്ത വേസ്റ്റ് ഒന്നും പറഞ്ഞ് കളിയാക്കും. അതൊക്കെ ഓർത്ത് തകർന്നു പോയിട്ട് ഈ ലോകം തന്നെ വേണ്ടാന്ന് തീരുമാനിച്ച് ആത്മഹത്യക്ക് ട്രൈ ചെയ്തതാണ്. അപ്പോഴാണ് എന്നെ ആ ഒരു വിശ്വ അവൻ വിളിക്കുന്നത്. ആ ഒരു പോലീസ്
ഡിപ്പാർട്ട്മെന്റിൽ താൻ കുറെ വർഷമായാലും ജോലി ചെയ്യുന്നത്, ഒരു റെസ്പെക്റ്റും തനിക്ക് കിട്ടുന്നില്ലല്ലോ. എന്തിനാ ഇങ്ങനെ ഒരു ദാസിപ്പണി താൻ ചെയ്യുന്നേ? ഒരു കാര്യം ചെയ്യ്, തനിക്ക് പറ്റുകയാണെങ്കിൽ താൻ എന്റെ കൂടെ കൂടിക്കോ. താൻ ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു ഫ്യൂച്ചർ തനിക്ക് ഞാൻ ഉണ്ടാക്കി തരാം. തന്റെ കഷ്ടപ്പാടിനെ ആരെങ്കിലും ഒന്ന് പ്രശംസിക്കോ അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റോ കിട്ടുന്നില്ല. പിന്നെ എന്തിനാണ് ഈ പോലീസ് ജോലി? വിഷുയുടെ കൂടെ ചേരുകയാണെങ്കിൽ കുറച്ച് പൈസകൾ ഉണ്ടാക്കാന്ന് കരുതിയിട്ടാണ് ആത്മഹത്യ ചെയ്യാനുള്ള ആ ഒരു പ്ലാൻ തന്നെ വേണ്ടാന്ന് വെച്ച് വിഷുയെ മീറ്റ് ചെയ്ത് അവന്റെ ടീമിൽ ചേരുന്നത്. അങ്ങനെ വിഷയും ഞാനും അതുപോലെ നമ്മുടെ ഡീലറായിരുന്ന റെഡ്ഡി, നമ്മൾ 3 പേരും ചേർന്നിട്ട് ആ ഒരു ബിസിനസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി വിദേശത്തേക്ക് കയറ്റി അയക്കാനൊക്കെ തുടങ്ങി. എന്നാൽ ആ ഒരു ചാൻസ് ഉപയോഗിച്ചിട്ട് വിഷുവല്ലേ, അവനെ പോലെ തന്നെ ഞാനും ചെറുതായിട്ട് ഡീലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എന്റെ കോൺടാക്ട് യൂസ് ചെയ്തിട്ട് സാധാരണ വിഷു അവന്റെ ഡ്രഗ്സ് കൊടുക്കുന്ന ഒരു ഡീലർ ഉണ്ട്. അവനാണെങ്കിൽ വിഷുയെ മീറ്റ് ചെയ്യാൻ ആ ഒരു പബ്ബിലേക്ക് വന്നതാണ്. എന്നാൽ വിഷു എത്തുന്നതിന് മുൻപ് നമ്മുടെ റാമ് അങ്ങനെ മീറ്റ് ചെയ്തിട്ട്, നിങ്ങൾ ഓൾറെഡി വിഷുക്ക് കൊടുക്കുന്ന പൈസയില്ലേ, അതിന്റെ പകുതി എനിക്ക് തന്നാൽ മതി. എനിക്കും അവനെക്കാളും കൂടുതൽ കോൺടാക്ട് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഡ്രഗ്സ് ഡീൽ ചെയ്യാൻ പറ്റും. അവന് കൊടുക്കുന്ന പൈസ കൊണ്ട് നിങ്ങൾക്ക് 2-3 കണ്ടെയ്നർ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ ആ ഒരു ഡിസ്കഷൻ കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വിഷു വരുന്നത്. അല്ലറാമേ, നിന്നെ വിശ്വസിച്ചിട്ട് ഈ ഒരു ബിസിനസ്സിൽ നിന്നെ ഞാൻ കൂട്ടിയില്ലേ, അതിന് എന്നെ പറഞ്ഞാൽ മതി. അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തേ കിടക്കുവോ? ഇനി മുതൽ നമ്മൾ തമ്മിലൊരു ഡീലിംഗും ഇല്ല. എന്നിട്ട് ആ ഒരു ഡീലറോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് എന്റെ പൈസ വരിക? അയാൾ പറയുന്നുണ്ട്, ഒരു 2 ദിവസം വേണം. അപ്പൊ വിശ്വ 2 ദിവസമാണെങ്കിൽ അന്ന് അവരുടെ നമ്പർ ഞാൻ പാസ് ചെയ്യാം. അതിനുശേഷമാണ് ക്രിസ്ത്യാനിയുമായിട്ട് ആ ഒരു പബ്ബിൽ നിന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. എന്നാൽ വിശ്വ നമ്മുടെ റാമിനെ നോക്കിയിട്ട് അട്ടാന്നും നായെന്നൊക്കെ വിളിച്ചില്ലേ, അത് അവനെ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ വിശ്വയും ക്രിസ്ത്യാനിയും തമ്മിൽ പ്രശ്നമായ ശേഷം അവൾ ആ ബോട്ടിൽ വെച്ച് അവന്റെ തലക്കടിച്ചിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പോയില്ലേ. അതിനുശേഷം അങ്ങോട്ടേക്ക് നമ്മുടെ റാമ് വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി മയം കടന്ന അവന്റെ പോക്കറ്റിലെ ആ ഒരു ഡ്രഗ്സ് കണ്ടെയ്നർ കൈമാറ്റാനുള്ള പേപ്പർ ഉണ്ടോ നോക്കുമ്പോൾ അത് കാണാനുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവൻ മരണപ്പെട്ടിട്ടില്ല, അവന് ജീവനുണ്ടെന്ന് നമ്മുടെ റാമിന് മനസ്സിലാവുന്നത്. അപ്പോൾ റാമാണ് അവന്റെ കൈ മുറിച്ച് അവനെ കൊലപ്പെടുത്തിയിട്ട് അവന്റെ പോക്കറ്റ് മുഴുവനായിട്ട് അരിച്ചു പെറുക്കി നോക്കിയത്. എന്നാൽ റാമിന് ഉറപ്പാണ് ആ ഒരു പേപ്പർ ഇവന്റെ കയ്യിലില്ലെങ്കിൽ അത് ആ പെൺകുട്ടി ക്രിസ്റ്റീന അവള് തന്നെയാണ് എടുത്തിട്ട് പോയിട്ടുണ്ടാവുക. അങ്ങനെയാണ് റാം അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതും ആ ഒരു ഡീലറായിരുന്ന റെഡ്ഡെ വെച്ച് അവളെ കൊലപ്പെടുത്താൻ ട്രൈ ചെയ്തതും. അങ്ങനെ എല്ലാ രഹസ്യങ്ങളും റാം പറഞ്ഞ ശേഷം കോടിക്കണക്കിന് രൂപയുള്ള ആ ഒരു കണ്ടെയ്നേഴ്സില് അതെനിക്ക് കിട്ടിയേ മതിയാവൂ, മര്യാദയ്ക്ക് ആ പേപ്പേഴ്സിലുള്ള നമ്പർ നീ പറഞ്ഞോ, നീ എന്തായാലും അത് കണ്ടിട്ടുണ്ട്. എന്നാൽ റാം എന്തൊക്കെയാ ചെയ്തത് എല്ലാ കാര്യങ്ങളും ഹീറോക്ക് മനസ്സിലായില്ലേ. അപ്പൊ ഹീറോയ്ക്ക് ദേഷ്യം വരാതിരിക്കോ? അങ്ങനെ റാമിനെ എടുത്ത് പഞ്ഞി കിടുകയാണ്. എന്നാൽ അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ ക്രിസ്റ്റീൻ ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ ഹീറോയുടെ മകളെ രക്ഷപ്പെടുത്തിയിട്ട് അവള് പറയുന്നുണ്ട്, അന്ന് നിങ്ങളുടെ ഭാര്യ ശ്രേയയില്ലേ, അവളെ കൂട്ടിക്കൊണ്ടുപോയത് അത് ഇയാളാണ്. അതും കൂടി കേട്ടപ്പോ ഹീറോയുടെ കൺട്രോള് മൊത്തം പോയിട്ടുണ്ട്. ആ ഒരു ദേഷ്യക്കുള്ളിൽ വെച്ച് അവനെ വീണ്ടും എടുത്ത് പഞ്ഞി കിട്ടുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, റാമെ സത്യം പറഞ്ഞോ, എന്റെ ഭാര്യ നീ അന്ന് എന്താ ചെയ്തേ? അപ്പോഴാണ് അവൻ ആ ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അതായത് വിഷു വരുന്നതിന് മുൻപ് ആ ഒരു ഡ്രഗ് ഡീലറിലെ അവൻ ഹീറോയുടെ വൈഫ് ശ്രേയെ കണ്ടിട്ട് ഇഷ്ടം തോന്നിയിട്ട് അവൾ ഇന്ന് രാത്രി എനിക്ക് വേണം, അതിന് തനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അത് നമ്മുടെ ഹീറോയുടെ ഭാര്യയാണെന്ന് മനസ്സിലായിട്ടും ഒരിക്കൽ പോലും ഡ്രഗ്സ് യൂസ് ചെയ്യാത്ത ശ്രേയയ്ക്ക് അവൾ കുടിച്ചുകൊണ്ടിരുന്ന ജ്യൂസിലെ അതിൽ ഡ്രഗ്സ് മിക്സ് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ ബോധം പോയിട്ട് തന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് വീഴാൻ പോയ അവളെ റാമാണ് കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ ഒരു ഡീലറിന് വേണ്ടിയിട്ട് ഒരു റൂമിലേക്ക് കൊണ്ടുപോയി ആക്കി കൊടുക്കുന്നത്. അതിനുശേഷം അവൻ ആ റൂമിലേക്ക് പോയിരുന്നു. ഇതാണ് സംഭവിച്ചെന്ന് അവൻ പറഞ്ഞപ്പോൾ അവനെ ചവിട്ടി തെറിപ്പിക്കാണ്. അവൻ തെറിച്ചു വന്നു വീണത് കുറച്ച് കമ്പികളിലാണ്. ഓൺ ദ സ്പോട്ടിൽ അങ്ങനെ മുകളിലേക്ക് പോയിട്ടുണ്ട്. തന്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ ഇല്ലാതാക്കിയ പിന്നെ വെറുതെ വിടാൻ പറ്റുമോ? എന്നാൽ തന്റെ ഭാര്യയുടെ ഓർമ്മകളുള്ള ഈ ഒരു നാട്ടിൽ ഹീറോയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പെട്ടൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകാൻ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ഇൻസ്പെക്ടർ ഹീറോയെ വിളിക്കുന്നത്. എന്നിട്ട്, അല്ല നിനക്ക് ഇപ്പോഴും എന്റെ മേലെ ദേഷ്യമുണ്ടോ, അതുകൊണ്ടാണോ നീ നാട് വിട്ട് പോകുന്നത്? അപ്പൊ ഹീറോ പറയുന്നുണ്ട്, അതൊന്നുമല്ലടാ, എന്റെ ഭാര്യയുടെ ഓർമ്മയുള്ളതുകൊണ്ടാ ഞാൻ എന്റെ മോളെയും കൂട്ടിയിട്ട് മുംബൈയിലേക്ക് പോവാണ്. അപ്പോഴാണ് ആ ഒരു ബോക്സിൽ നമ്മുടെ ഹീറോ ഇതുവരെ ശ്രദ്ധിക്കാതിരുന്ന ഒരു നോട്ട് കാണുന്നത്. അത് തന്റെ ഭാര്യ ശ്രേയ അവസാനമായിട്ട് എഴുതിയ സൂയിസൈഡ് നോട്ടായിരുന്നു. അതിൽ അവൾ എഴുതിയത്, എന്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു മൃഗീയ സംഭവം കഴിഞ്ഞ രാത്രി സംഭവിച്ചു. ആ ഒരു ഓർമ്മയുമായിട്ട് എനിക്ക് ഇനിയും നിന്റെ കൂടെ സന്തോഷത്തോടെ ഈ ഒരു ലൈഫ് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ലോകത്തുനിന്ന് പോവാണ്. നമ്മുടെ മോളെ നീ പൊന്നുപോലെ നോക്കണേ. എനിക്ക് സത്യ നിന്നെ ഒരുപാട് ഇഷ്ടാ. ഐ ലവ് യു സത്യ. എന്നാൽ അത് വായിക്കുമ്പോൾ ഹീറോയുടെ ഉള്ളു പൊട്ടിയിട്ട് കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ദിയയില്ലേ, അവള് എന്തോന്ന് വരച്ചിട്ട് കൊണ്ടിരുന്നത്. നോക്കുമ്പോൾ നമ്മുടെ ഹീറോ, അതുപോലെ കുഞ്ഞിപ്പെണ്ണ്, അതുപോലെ ഹീറോയിൻ ശ്രേയ, അവര് 3 പേരും ഒന്നിച്ച് ഹാപ്പി ആയിട്ടുള്ള ഒരു ചിത്രമാണ്. അന്ന് ഹീറോ മനസ്സിൽ ഉറപ്പിക്കുകയാണ്, ഇനി തന്റെ മകള് ദിയയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലൈഫിന് ജീവിക്കന്നെ. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആവശ്യത്തിൽ കൂടുതൽ ട്വിസ്റ്റുകളായിട്ട് വേറെ ലെവല് ഇൻവെസ്റ്റിഗേഷൻ ഒരു കഥയായിരുന്നില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ ഇപ്പൊ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ട്വിസ്റ്റ് മലയാളം എന്ന ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. മറ്റൊരു അടിപൊളി കഥയായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.